ദിവസങ്ങളിലെ നമ്മുടെ തിരുവചന ധ്യാനത്തിന് വേണ്ടി ഹോശിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. For these days of meditation, let's draw our attention on the book of Hosea. Read chapter 6, the 3rd verse. ഹോശിയ 6-ന്റെ 3-ാം വാക്യം. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ. ഹോശിയ 6-ന്റെ 3-ാം വാക്യം. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്ക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കാം. You must be interested enough to know the Lord. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. His going forth is prepared as the morning. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നിങ്ങളുടെ അടുക്കൽ വരും. He shall come unto us as the rain, as the latter rain. ഇസ്രായേലിന്റെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഈ ഹോശേയ പ്രവാചകൻ. Hosea prophet was one of the major prophets among Israel. തിരുവെഴുത്തിലെ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഹോശേയ്ക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ല. Hosea is not categorized under the major prophets of Israel. എങ്കിലും ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രവാചകനായ യെശയ്യാവിന്റെ സമകാലികനായിരുന്നു ഹോശേയ പ്രവാചകൻ. However, Hosea was the contemporary of Isaiah, who was one of the major prophets. യഹൂദ രാജാക്കന്മാരായ ഉസിയാവിൽ തുടങ്ങി ഹിസ്കിയാവ് വരെയുള്ളവരുടെ കാലഘട്ടത്തിലാണ് ഈ 2 പ്രവാചകന്മാരും പ്രവചിച്ചത്. Starting from Isaiah, coming to this particular Ezekiel, these 2 prophets are predicted. യെശയ്യാവ് യഹൂദിയിൽ പ്രവചിച്ചപ്പോൾ ഹോശേയ ഇസ്രായേലിൽ പ്രവചിക്കുവാനിടയായി തീർന്നു. Isaiah predicted in Judah, Hosea predicted Israel. ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വസ്തതയും അശൂർ പ്രവാസവും ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനവുമാണ് ഹോശേയ പ്രവചനത്തിലെ സന്ദേശമെന്ന് കാണുവാൻ കഴിയും. We understand the pith and substance of the book of Hosea is that the people is crying unto the Lord, and the Lord's determination to bring them back unto restoration. സത്യാവേദ പുസ്തകത്തിലെ അതീവ പ്രാധാന്യമുള്ളൊരു മർമ്മമാണ് ദൈവിക തൃത്വം എന്ന് പറയുന്നത്. The Trinity of God is one of the most important mysteries revealed in the Word of God. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവിക തൃത്വത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. In the book of Genesis to the last book of Revelation, we understand the glory of the Trinity latent everywhere. പഴയ നിയമ ഭക്തന്മാർക്ക് ഇത് മറഞ്ഞിരുന്നതാണെങ്കിലും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം കൃപയാൽ നമുക്കത് വെളിപ്പെടുത്തി തന്നു. Although this was said into the Old Testament saints, by the grace of God, the Lord has revealed us unto these last days. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരുമ്പോഴും ദൈവിക തൃത്വത്തിന്റെ മനോഹരമായ ഒരു ചിത്രം അവിടെ കണ്ടെത്തുവാൻ കഴിയും. When we focus our attention on the key words, we understand the beautiful portrayal of the Trinity of God. യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. Be fervent in knowing the Lord. പിതാവായ ദൈവത്തെ അറിയുന്ന അറിവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. In this passage, we read about the understanding with which we know the Father God. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതെന്ന് രണ്ടാമത് വായിക്കുന്നു. Secondly, we notice his rising is as sure as the morning. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ഉദയത്തെ കുറിച്ചാകുന്നു അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. In that passage, we notice the coming of Lord Jesus Christ, the Son of Man. പിന്മഴ പോലെ അവൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നു. The next sentence is mentioned that like the latter rain he shall come upon us. അത് ദൈവിക തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് അവിടെ കാണുവാൻ സാധിക്കുന്നു. That speaks to the manifestation of Holy Spirit is a third of the Trinity. ആകയാൽ പിതാവിനെ അറിയുവാൻ ഉത്സാഹിക്കുക. Therefore, be enthusiastic in knowing the Father God. ഒരു പ്രഭാതം പോലെ നിശ്ചയമായി ദൈവപുത്രൻ ഉദിച്ചു വരുവാൻ ഇടയായി തീരും. Son of Man shall rise up as sure as the morning. പരിശുദ്ധാത്മാവ് പിന്മാരി പോലെ നിങ്ങളുടെ മധ്യേ പെയ്തിറങ്ങുവാനും ഇടയായി The തീരും. Holy Spirit shall rain upon you like the latter rain. ഇന്ന് ഈ സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ രാത്രിയാണല്ലോ. This interactive meeting of this gospel meeting. ഇവിടെ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഒരു ഭാഗം ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. Trusting in the Lord, I would like to meditate on the theme based on Lord Jesus Christ, the Son of God. നമ്മൾ വായിച്ച കുറുവാക്യത്തിന്റെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ As we come to the middle statements of this key verse, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്ന് നമ്മൾ വായിക്കുന്നു. his going forth is prepared as the morning. ഈ ഭാഗത്തെ കുറിച്ച് നമ്മൾ ആധികാരികമായി തിരുവെഴുത്തിലൂടെ പഠിച്ചാൽ Through the scripture authoritatively, as we meditate on, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉദയത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. we read about the birth of Lord Jesus Christ. ഒരു ഉദയം എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകളെ കുറിച്ച് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നു. From the Bible, we speaks about the 3 manifestations Lord Jesus Christ as morning. യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകൾ 3 ഉദയങ്ങളായി തിരുവെഴുത്തിൽ പരാമർശിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. The
The three manifestations of Lord Jesus Christ are compared to three risings in the Word of God. ഒന്നാമത് യേശുക്രിസ്തുവിന്റെ ജഡാവതാരം ഒരു ഉദയമായിരുന്നു. The first context, Lord Jesus came to the world and the രണ്ടാമത് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് മറ്റൊരു ഉദയമായിരിക്കും. second rise is the second coming of Lord Jesus Christ. മൂന്നാമത് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത അതും ഒരു ഉദയമായിരിക്കുമെന്ന് തിരുവെഴുത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. The Word of God is written, the third appearance is the glorious appearance of Lord Jesus Christ. ഇത് മൂന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ അഥവാ മശിഹയുടെ ആഗമനത്തോട് ബന്ധപ്പെട്ടതാകുന്നു. This is related to the advent of Lord Jesus Christ, real Messiah. BC 720 ഈ പ്രവചനം എഴുതപ്പെട്ടിരിക്കുന്നത്. BC 720 this prophecy was authored. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. It is the both the Lord Jesus had already realized. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിക്ക് ചരിത്രവും സാക്ഷിയായി നിൽക്കുന്നു. Even history also bears testimony for the birth of Jesus Christ. ഈ ദൈവപുത്രന്റെ ഒന്നാമത്തെ ഉദയം ലോകത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. First manifestation Son of God had already taken place in the world. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ കൂടി വന്നിരിക്കുന്നതിന്റെ കാരണവും യേശുക്രിസ്തു ഉദയം ചെയ്തതുകൊണ്ടാണ്. The ultimate purpose with which we are gathered here is in connection with the birth of Jesus Christ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം 78 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Coming to Luke's Gospel, chapter 1, verse 78 onwards, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ ഉദയത്തെക്കുറിച്ച് നമുക്കവിടെ കണ്ടെത്തുവാൻ സാധിക്കും. now we come across concerning the first rising of Jesus Christ. മനുഷ്യനായി ജഡാവതാരമെടുത്ത് ലോകത്തിൽ വരുന്ന ദൈവപുത്രന്റെ ഉദയത്തെക്കുറിച്ച് സഖരിയാവ് പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. Zechariah also predicts about the birth of Lord Jesus Christ, taking the human incarnation and coming down to this earth. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം 78 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ Luke's Gospel, chapter 1, read verses 78 onwards. ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു. മതി. പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടുവെന്ന് വായിക്കുന്നു. The child grew and waxed strong in the spirit. ഇവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാകുന്നു പഠിക്കുവാൻ സാധിക്കുന്നത്. In this passage we understand it's the birth of Lord Jesus Christ. പുരോഹിതനായ സഖരിയാവ് ആത്മാവിൽ പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. Prophet Zechariah predicts in the spirit. ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിക്കുവാനിടയായി തീർന്നു. People who sat in darkness, shade of death, got this light. നമ്മുടെ കാലുകളെ സമാധാനത്തിന്റെ മാർഗത്തിൽ നടത്തേണ്ടതിന് വേണ്ടി He not need a feet under the way of peace. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന് വായിക്കുന്നു. By the matchless mercy from above, this rising has met us. അവിടെ പറഞ്ഞിരിക്കുന്ന ഉദയം പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ട യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. The child grew, got waxed in the spirit. That refers to the birth of Lord Jesus Christ. കാലസമ്പൂർണ്ണതയിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ജഡാവതാരമെടുത്ത് ലോകത്തിലേക്ക് ഉദിച്ചു. As the fullness of the times, Lord Jesus Christ took the incarnation of a human being and came down to this earth. വെളിപ്പാട് പുസ്തകം 22-ാം 16-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ Coming to Revelation chapter 22, the 16th verse, യേശുക്രിസ്തുവിന്റെ ആസന്നമായ രണ്ടാമത്തെ ഉദയത്തെക്കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നു. we read about the second manifestation of Lord Jesus Christ. അവിടെ യേശുക്രിസ്തു തന്നെ ഇപ്രകാരം തിരുവൈമൊഴിയാണ് ചെയ്യുന്നത്. Lord Jesus Christ himself states there, ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നുവെന്ന് പറയുന്നു. and the root and offspring of David and the bright and morning star. ആസന്ന ഭാവിയിൽ ഉദയനക്ഷത്രമായി കർത്താവ് യേശുക്രിസ്തു ഉദിച്ചുയരും. Lord Jesus Christ is going to appear as a morning star in the immediate future. അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. That typifies the secret advent of Jesus Christ. അതിനുശേഷം ഒരു 7 വർഷം കഴിയുമ്പോൾ വീണ്ടും യേശുക്രിസ്തു ഉദിക്കുവാൻ തുടങ്ങും. Thereafter, after the span of 7 years, again Lord Jesus Christ shall come. മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Malachi chapter 4, the 2nd verse, യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കും. we read about the glorious manifestation of Jesus Christ today. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ You who fear in my name, നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുമെന്ന് വായിക്കുന്നു. the Son of Righteousness arise with the healing in his wings. അവിടെ യേശുക്രിസ്തു നീതിസൂര്യനായിട്ട് ഉദിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. That all Lord Jesus Christ is going to arise as a Son of Righteousness. സൂര്യൻ ഉദിക്കുക എന്ന് പറയുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിലാണല്ലോ ഉദിക്കുന്നത്. The sun rises in the eastern horizon. യെരുശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ കർത്താവ് ഉദിച്ചുയരുവാൻ പോവുകയാണ് ചെയ്യുന്നത്. Lord Jesus Christ is going to rise upon Mount Olivet that is eastern of Jerusalem. അതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. Coming to book of Revelation chapter 1 verse number 7, we notice ഇതാ അവൻ
മേഘാരൂഢനായി വരുന്നു. Behold, he is coming upon the clouds. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അത് കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു. Every eye, those who pierce unto him, shall see him. ഇവിടെ നോക്കി യേശുക്രിസ്തുവിന്റെ 3 ഉദയങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കും. Thus in this passage we come across the 3 risings of Jesus Christ. ഒന്നാമതായി 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ മനുഷ്യാവതാരം എടുത്തു വന്നു. The first context 2000 years ago, Lord Jesus Christ took the human form and came to this world. തിരുവെടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിക്കുകയായിരുന്നു The ചെയ്തത്. Bible speaks about from above this rising met us. ലോകത്തിന്റെ വെളിച്ചമായി യേശു ലോകത്തിലേക്ക് വന്നു. Lord Jesus Christ paid visit to the world, being the light to the world. ആ ഉദയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. When we think about the rising, importantly, we must understand one thing. അവനൊരു നക്ഷത്രമായിട്ടല്ല ഉദിച്ചിരിക്കുന്നത്. He was not born as a mere star. അവൻ സൂര്യനായിട്ടുമല്ല ഉദിച്ചിരിക്കുന്നത്. He was not born even as a sun. മറിച്ച് ലോകത്തിലൊരു വലിയ വെളിച്ചമായിട്ട് അവൻ ഉദിക്കുകയാണ് On the ചെയ്തത്. contrary, he has been risen as a light to the world. അതിന് ശരിയായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടി പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു പോകണം. You don't understand the true meaning. You have to come to the pages of creation. 4ാമത്തെ ദിവസമാണ് സൂര്യനെയും നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിക്കുന്നത്. On the 4th day, the Lord created the sun and the stars. പക്ഷെ അതിനു മുമ്പ് 1ാമത്തെ ദിവസം ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. Before which, on the first day, the Lord commanded, "Let there be light." വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടിരിക്കുന്നു. Light came into being. The Lord found it good. ആ വെളിച്ചം എവിടെ നിന്ന് എന്ന് തിരുവെടുത്തിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. Now, when the word of God is mentioned, from where did this originate? അത് സൂര്യന്റെ വെളിച്ചമല്ല, It is not the light of the sun, അത് ചന്ദ്രന്റെ വെളിച്ചമല്ല, nor even the light of the അത് moon, നക്ഷത്രത്തിന്റെ വെളിച്ചമല്ല. not even that of the stars. തമ്പുരാൻ പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന്. The Lord commanded, "Let there be light." അപ്പോൾ വെളിച്ചമുണ്ടായി. Immediately resulted in light. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായി ഒന്നാമത് ഉദിച്ചുയർന്നു. First context, Lord Jesus Christ came to the world, be the light to the world. ഇനി ആസന്ന ഭാവിയിൽ അവൻ ഉദയനക്ഷത്രമായി വെളിപ്പെടും. In the immediate future, he is going to be born as a morning star. അതിനുശേഷം അവൻ നീതിസൂര്യനായി ഉദിച്ചുയരുവാനിടയായി തീരും. Thereafter, he is going to appear as a son of righteousness. അതിനെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നത്, Concerning the same, the word of God says, ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കും. "By this kindness of this light that is met us from above." പ്രവാചകൻ യെശയ്യാവ് അതിനെ കുറെ കൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. Prophet Isaiah exemplifies the same. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to the second verse of Isaiah chapter 9. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. People who were in darkness found a marvelous light. യേശുക്രിസ്തുവിന്റെ ജനനം ലോകത്ത് വലിയൊരു വെളിച്ചത്തിന്റെ ഉദയമായിരുന്നു. Both the Lord Jesus Christ was rising unto the people of the world as a great light. അന്ധതമസ്സുള്ളവരുടെ ദേശത്ത് പാർത്തിരുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചുവെന്ന തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നു. Word of God says, people who are dwelling in the land of the shadow of death, this mega light is shone upon. ആകയാൽ ഇരുട്ടിലും അന്ധതമസ്സിലും ജീവിച്ച ഒരു തലമുറ, This generation plunged into darkness and the shadow of death. ലോകം ഇരുളിലും അന്ധതമസ്സിലും മുങ്ങിക്കിടക്കുമ്പോൾ As it is plunged into the shadow of death and the sinful darkness, വലിയൊരു വെളിച്ചമായി കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ ഉദിച്ചുയർന്നു. as a great light, Lord Jesus Christ rose to the world. അവരുടെ മേൽ ആ പ്രകാശം ശോഭിക്കുവാനിടയായി തീർന്നു. This light shone upon them. അതാണ് സക്കറിയാവ് പ്രവചിച്ചിരിക്കുന്നത്. That's what is predicted by Zechariah. ഇരുളിലും മരണം നിഴലിലും ഇരുന്നവർക്ക് അതൊരു പ്രകാശമായി മാറ്റപ്പെട്ടു. That emerged as light to the people who were in darkness and the shadow of death. യേശുക്രിസ്തു ആരുടെ മേലാണ് ഉദിച്ചുയർന്നത് നമ്മുടെ കാണുവാൻ സാധിക്കും. There we understand upon whom did Jesus rise. ഇരുളിൽ ഇരുന്നവരുടെ മേൽ കർത്താവ് The ഉദിച്ചുയരുകയായിരുന്നു. Lord rose upon them who sat in darkness. മരണ നിഴലിൽ ഇരുന്നവരുടെ മേൽ കർത്താവ് യേശുക്രിസ്തു ഉദിച്ചുയരുകയായിരുന്നു. Lord Jesus Christ rose upon them who were in the shadow of death. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to John's Gospel chapter 1 verse number 9. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആഗമനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. We read about the advent of Lord Jesus Christ. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് The വന്നുകൊണ്ട് true light that lightens everyone came to this world. ലോകത്തിൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരുന്നു യേശുക്രിസ്തു. Lord Jesus Christ was the true light that was able to enlighten anybody under the sun. അത് ഏത് ജാതിയിലുള്ളവനായിക്കൊള്ളട്ടെ, What may be the caste, ഏത് മതത്തിലുള്ളവനായിക്കൊള്ളട്ടെ, whatever is the religion, ഏത് നിലവാരത്തിലുള്ളവനായിക്കൊള്ളട്ടെ, what is the standard. ഇരുളിലിരിക്കുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശു. Anyone that is in darkness, Lord Jesus Christ, the true light, who is able to brighten you. മരണനിഴലിലിരിക്കുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു. Lord Jesus Christ came to the world as a true light that's able to lighten anybody who is in the shadow of death. ആ സത്യവെളിച്ചമായി യേശുക്രിസ്തു എന്താണ് ലോകത്തോട് പറഞ്ഞത്? That true light Jesus Christ, what
brought us his message to the world. യോഹന്നാൻ 8:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, John's Gospel chapter 8 verse number 12. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. I am the light to the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. I am the light to the world. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരായി തീരുവാനിടയായി തീരും. He that follows me shall not fumble in darkness, he shall have the light of life. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Fellow brothers and sisters listening to me tonight, ഈ വെളിച്ചത്തെ കണ്ടെത്താത്ത എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഇന്നും ഇരുളിൽ തപ്പി തടയുകയാണ് even ചെയ്യുന്നത്. today millions of people who are not able to find out this true light and groping in darkness. പക്ഷെ അവന്റെ ആർദ്ര കരുണയാൽ ഉദയം നമ്മെ കടാശിച്ചു. By the mercy of God, this rising met us. ആ വെളിച്ചത്തിലേക്ക് വരുവാൻ നമുക്ക് ഭാഗ്യം തന്നു. We are privileged to be brought into this light. ആ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിവരുത്തി. The Lord has brought us under his marvelous light. ജീവന്റെ വെളിച്ചമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. The Lord has helped us to have this light of life. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, Therefore, the Ephesians, Saint Paul says, മുമ്പേ നിങ്ങളും ഇരുളായിരുന്നു, the time was you were darkness, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. but now you are light in the Lord. ഒരു കാലത്ത് നാം ഇരുളിൽ ജീവിച്ചവരാ. The time was we were also plunged into darkness. പാപത്തിന്റെ ഇരുളിൽ ജീവിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. We had a time in which we maintained a sinful life. മരണ നിഴലിൽ ജീവിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. There was a time in which we maintained life in the shadow of death. ഇന്ന് ലോകത്തിൽ എത്രയോ കോടിക്കണക്കിന് മനുഷ്യരായി ഈ നിലവാരത്തിൽ ജീവിക്കുന്നത്. Today, millions of people miserably pass through similar experiences. എന്താണ് അവിടെ ജീവിതത്തിന്റെ അവസ്ഥ എന്നറിയാമോ? What's the standard of their life? യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to 1 John chapter 2, the 11th verse, ഇരുട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചോടെ പറഞ്ഞിരിക്കുന്നു. we notice the status of a man who is in a sinful life. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കി കളയുന്നു. Darkness blinds his eyes. അതുകൊണ്ട് അവൻ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. Therefore, he doesn't know where does he move. ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത മനുഷ്യന് There's no particular sense of goal in his life. ഇരുട്ട് അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞിരിക്കുകയാണ്. Darkness has blinded his vision. ആകയാൽ അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല. Therefore, they have missed the mark. ഇന്ന് ലോകത്തിൽ ഈ നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടെത്തുവാൻ In സാധിക്കും. the present world, we come across millions of people following the same track. ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധവും അവർക്കില്ല. There's no sense of mark in their life. ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ കൈമലർത്തി They do കാണിക്കും. not know where will this get destined. കാരണം ഇരുട്ടവിടെ കണ്ണ് കുരുടാക്കി Because കളഞ്ഞിരിക്കുക. darkness is blinded their eyes. എന്നാൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, As we come to Colossians chapter 1 verse number 13, വിശുദ്ധ പൗലോസ് ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു. the Saint Paul reminds us, ഓ നമ്മുടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, it is a matchless love of God അവൻ upon us. നമ്മോട് കാണിച്ച ആർദ്ര കരുണ, That is a matchless mercy. അവൻ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചുകൊണ്ട് വായിക്കുന്നു. From the power of darkness, the Lord has liberated us. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ അവൻ വിടുവിച്ചു. The Lord has delivered us from the power of darkness. ലോകത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇരുട്ടിന്റെ അധികാരത്തിന്റെ കീഴിൽ ജീവിക്കുകയാണ്. Lakhs of people are even today under the grip of darkness today. ഇന്നും ഈ ലോകത്തിൽ ഇരുട്ട് അധികാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Even today, darkness is influencing the people of the world. വിശുദ്ധ പൗലോസ് പറഞ്ഞ ഈ അന്ധകാര ലോകത്തിന്റെ അധിപതി ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. Saint Paul says there is a prince of the darkness of the world. ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. There is a force that is controlling the entire aspect of darkness in the world. ആ അധികാരത്തിൽ നിന്ന് കർത്താവ് നമ്മെ കൃപയാൽ വിടുവിച്ചു കൊണ്ടുവന്നു. By his grace, the Lord has delivered us from the power. ആ സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിച്ചു. The true light has enlightened us. ഇന്ന് ജീവന്റെ വെളിച്ചമുള്ളവരായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. We are privileged to come into this light of life. ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യബോധം തന്നു. All together, we have got a mark in life. ആ വെളിച്ചം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. The light has brightened our eyes. പക്ഷേ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താ? Alas, what was the state of the present world? ഈ വെളിച്ചത്തിലേക്ക് വരാത്ത മനുഷ്യര് People who haven't come to this experience, ഇരുട്ടിന്റെ ശക്തികൾ അവരെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക. forces of darkness still controlling them. ലോകത്തെ അടക്കി ഭരിക്കുന്ന അനേക ഇരുട്ടിന്റെ ശക്തികളെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. We come across plenty of dark forces controlling the whole world. എല്ലാം വിവരിക്കുവാൻ സാധിക്കത്തില്ല. Time doesn't permit to move to details of everything. അതിപ്രധാനമായി 1-2 വിഷയങ്ങൾ മാത്രം നിങ്ങളോട് പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു. I would like to share with you some of the important aspects only. ലോകത്തെ അടക്കി ഭരിക്കുന്ന ഏറ്റവും വലിയ ഇരുട്ടിന്റെ ശക്തിയാണ് പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. Sin is supposed to be the most heinous force of darkness that is influencing the people of the world. പാപം ഇരുട്ടിന്റെ അധികാരമാകുന്ന ഇരുട്ടിന്റെ ശക്തിയാണ്.
ശക്തിയാകും. Sin is the power, it is the force of darkness. അതുകൊണ്ട് എഫേസ്യ ലേഖനം 5-11 വാക്യത്തിലേക്ക് വരുമ്പോൾ Wherefore come in Ephesians chapter 5 verse number 14. വിശുദ്ധ പൗലോസ് നമ്മെ ഇപ്രകാരം ബുദ്ധി ഉപദേശിക്കുകയാണ് Saint ചെയ്യുന്നത്. Paul exhorts us there. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളായി തീരരുത്. You must not be partakers of this unfruitful work of darkness. അവയെ ശാസിക്കുകയത്രേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. Rather you have to condemn them. അതിനുശേഷം ഒരു കാര്യം കൂടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. Thereafter Saint Paul adds one more thing. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. In secrecy what they say, it is ashamed to speak about. ഇരുട്ടിന്റെ മറവിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ പറയുവാൻ പോലും ലജ്ജയാണ്. Under the secrecy of darkness, things they commit, it is even shameful to speak about. ഇന്നത്തെ വർത്തമാന ലോകത്തിന്റെ അവസ്ഥ അതല്ലേ? Isn't it the true state of the present world? പത്രങ്ങൾ എടുത്തു നോക്കിയാൽ കാണുന്ന വാർത്തകൾ ഏത് നിലവാരത്തിലുള്ളതാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ Go through the dailies, what about the new titles? Really hardcore. 3 വയസ്സുള്ള പെൺകുട്ടികൾക്ക് മുതൽ 90 വയസ്സുള്ള വൃദ്ധമാർക്ക് വരെ ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാട്. Even 3-year girl to even 90-year-old mother ഏത് lead a peaceful life. ഏത് നീചപ്രവൃത്തിയും ചെയ്യുവാൻ മനുഷ്യനൊന്നും ഒരു മടിയുമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നില്ല. Man is not elected to commit any kind of heinous crime. ഇന്നത്തെ പത്രമെടുത്ത് വായിച്ചപ്പോൾ ഹൃദയം പിളർക്കുന്ന വാർത്തയാണ് ഉണ്ടായിരുന്നത്. When I went to today's daily, there was a news site which broke my heart. 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞെന്നാ പറയുന്നത്. A 4-year girl baby was just drawn in the water 2 സഹോദരിമാർ തമ്മിലുള്ള കുടിപ്പക തീർക്കുവാൻ വേണ്ടി ചെയ്തതാ. because of strife between 2 sisters. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാണ്. In secrecy what they commit, it is shameful to divulge. മനുഷ്യൻ ഏത് നീചപ്രവൃത്തിയും ചെയ്യാൻ ഒരു ലജ്ജയുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. This is a time in which man is not elected to commit any kind of heinous crime. ദൈവത്തിന്റെ സ്വന്തം നാട് മദ്യപാനികളുടെ നാടായിട്ട് മാറ്റപ്പെട്ടിരിക്കുക. God's own country has been reduced to even drunkards' own country. യൗവനക്കാരുടെ ഇടയിൽ മയക്കുമരുന്ന് സർവ്വവ്യാപകമായി കൊണ്ടിരിക്കുന്നു. Young youngsters, this drug addiction has become rampant. സാമൂഹിക മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയകൾ അനേക ജീവിതങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. Social media crumbling the life of many. ഭീകരവാദം സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Terrorism is getting strengthened in the society. പീഡനങ്ങളുടെ വാർത്തകളെ കൊണ്ട് പത്രത്താളുകൾ നിറയുകയാണ് ചെയ്യുന്നത്. Every page of the daily is corrupt with the news of sexual exploitation. എണ്ണി മനുഷ്യനെ കൊന്നൊടുക്കുന്ന വാർത്തകൾ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. Wake news site is speaking about human beings annihilated. കൊട്ടേഷൻ സംഘങ്ങൾ വിലസിക്കൊണ്ടേയിരിക്കുകയാണ് You can find ചെയ്യുന്നത്. the vagabonds and the bandits are mounting up. രാഷ്ട്രീയ നേതൃത്വം അതിനു വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. Political leadership is extending every kind of help to the same. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകും. In secrecy what they commit, it is reluctant, shameful to speak about. പാപം ലോകത്തിൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നു. Sin is making its domination upon the world. ഇരുട്ടിന്റെ ശക്തി ലോകത്തെ The വ്യാപരിക്കുക. power of darkness is rampant in the world. ദൈവം തന്റെ കൃപയാൽ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. By the mighty doors, the mercy of God, God has delivered us from the power of darkness. ആ ആർദ്രകരുണയാൽ നമ്മെ സത്യവെളിച്ചത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. By the mercy of God, the Lord has brought us under this true light. ജീവന്റെ വെളിച്ചമുള്ളവരെ കർത്താവ് നമ്മെ മാറ്റിയെടുത്തു. The Lord has made us and say the aspect of the true light. നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് You നൽകി. got a clear cut vision now. ഇരുട്ടിന്റെ മറ്റൊരു അധികാരമാണ് മരണത്തിന്റെ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. Power of death is another aspect of darkness. 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ As we come to Psalm 23, അതിന് 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. particularly verse number 4. മരണ നിഴൽ താഴ്വര എന്നാ വായിക്കുന്നത്. Dwelling in the shadow of death. കൂരിരുൾ താഴ്വര മരണ നിഴലിന്റെ താഴ്വരയാകും. It is dwelling in the shadow of death. എന്ന് വെച്ചാൽ മരണത്തിന്റെ ശക്തി ഇരുട്ടിന്റെ ശക്തിയാണ്. Which is the power of death is the power of darkness. ലോകത്തിൽ എത്രയോ മനുഷ്യർ മരണഭയത്തിന് അടിമകളാണെന്നറിയാം. In the present world, many people are under the grip of the fear of death. തിരുവെടുത്ത് പറയുന്ന ഒരു ഭക്തന്റെ ഒടുക്കലത്തെ ശത്രുവാണ് മരണമെന്ന് പറയുന്നു. The word of God says this death is a final enemy of a saint of God. ഭക്തൻ ഒരിക്കൽ പോലും മരണത്തെ ഭയമില്ല. The God is never frightened of this death. കാരണം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മരണഭയത്തിൽ നമ്മെ വിടുവിച്ചു. His Lord Jesus Christ rescued us from the fear of death. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. His light peeped into our heart. പക്ഷെ ഈ ഒരു വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ലാത്ത എത്രയോ മനുഷ്യർ മരണത്തിന്റെ പിടിയിൽ കിടക്കുക. Many people who haven't still come to this experience of light are still under the power of darkness today. മരണമെന്ന് പറയുമ്പോൾ 3ആയി തിരിച്ച് നമ്മൾ പഠിക്കണം. Death can be categorized into 3 heads. ഒന്ന് ആത്മീകമായ മരണത്തിന്റെ പിടിയിൽ അവർ അകപ്പെട്ടിരിക്കുന്നു. Face context, they are under the clutches of the spiritual death. എന്താണ് ആത്മീകമായ മരണത്തിന്റെ പിടി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? What is meant by the grip of the spiritual death? ജീവനായ
ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ട അവസ്ഥ എന്ന് പറയും. Getting alienated from the presence of the true living God. രണ്ടാമത് ശാരീരികമായ മരണം മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. Secondly, physical death is threatening man. എന്നാൽ ഒരു ഭക്തന് പ്രത്യാശയുണ്ട്. But there is a saint, he has a hope. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം തിരുവായി മുടിഞ്ഞു. Lord Jesus Christ himself stated so. എന്നിൽ ജീവിക്കുന്നവൻ മരിച്ചാലും ജീവിക്കൂ. He that lives in me shall remain alive even if he dies. അതാണ് നമ്മൾ വന്ന സത്യ വെളിച്ചത്തിന്റെ സവിശേഷത എന്ന് That's the പറഞ്ഞിരിക്കുന്നത്. greatness of the true light to which we are come. ഇതില്ലാത്ത ഒരു മനുഷ്യൻ മരണഭയത്തിന്റെ കീഴിലാ The man ജീവിക്കുന്നത്. who is devoid to the service under the shadow of this fear of death. അവരെ പിടിച്ചെടുക്കുന്ന മൂന്നാമതൊരു മരണത്തിന്റെ ശക്തിയുണ്ട്. There's a third person of darkness, that is death conquering അത് hate. തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണ്. There's a like a fire and brimstone burning there. അവർക്കറിയാം മരിച്ചാൽ അവിടെ ചെന്ന് അവസാനിക്കത്തുള്ളൂ. They know after that, after death they will land there. എന്നാൽ ഉയരത്തിൽ നിന്ന് ആർദ്രകരുണയാൽ ഉദയം നമ്മെ By സന്ദർശിച്ചിരിക്കുന്നു. the mercy of God from above, this rising has met us. യേശു ലോകത്തിലേക്ക് വന്ന് എന്തിനു വേണ്ടിയായിരുന്നു? What for did Jesus come to this world? പാപത്തിന്റെ ഇരുളിൽ നിന്ന് നമ്മെ വിടുവിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുവാൻ. He got to deliver us from the darkness of sin and be brought us under this marvelous light. മരണത്തിന്റെ ഇരുളിൽ നമ്മെ വിടുവിച്ച് ജീവന്റെ പ്രകാശത്തിലേക്ക് നടത്തുവാൻ. He got to deliver us from the darkness of death and lead us under the marvelous light of life. ആകയാൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് നമ്മുടെ മേൽ ഒരു കർത്തൃത്വമില്ല. Therefore, this power of darkness has no dominion over us. അതുകൊണ്ടാണ് 1 Corinthians 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ Therefore, as we come to 1 Corinthians chapter 15, മരണപാതാള ശക്തികളെ നോക്കി ഇപ്രകാരം ഒരു ഭക്തൻ വിളിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത്. sin is challenging the powers of darkness and hell. ഹേ മരണമേ നിന്റെ ജയം എവിടെ? No death, where is the victory? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? No death, where is the sting? മരണത്തിന്റെ വിഷമുള്ള പാപം. It is a sting of death, is a sin. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. The power of death is the law. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നു. Praise unto God who commands victory through Lord Jesus Christ. ഒരു ഭക്തൻ പാപത്തെ ജയിച്ചവനാണ്. The godly overcomes death, മരണത്തിന്റെ ശക്തിയെ ജയിച്ചവനാണ്. overcomes the power of death. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ടപ്പോൾ The Lord Jesus Christ bruised on the cross of Calvary. മരണമെന്ന മഹാസർപ്പത്തിന്റെ അണപ്പല്ല് തകർത്തു കളഞ്ഞിരിക്കുന്നു. He has destroyed the jawbone of this great dragon that is death. ഇന്ന് ആ പാപമെന്ന വിഷപ്പല്ലിന് ഒരു ഭക്തന്റെ മേൽ ഒരു അധികാരവുമില്ല. That venomous stone that doesn't have any power over the saint of God. ആകെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്ന് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്? Lord Jesus Christ, after his advent to the world, what has he done in our life? അവൻ നമ്മെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. He has brought us unto light from darkness. അവൻ പാപത്തിന്റെ വിഷമുള്ള നമ്മുടെ മുമ്പിൽ തകർത്തു കളഞ്ഞിരിക്കുന്നു. He has destroyed the sting of sin in our life. മരണത്തിന്റെ അധികാരിയെ പിശാചിനെ അവൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. He has cancelled devil who is the mother of death. അത് മാത്രമല്ല, Moreover, കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ coming to the epistle to Corinthians, 2 Corinthians 4 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 2 Corinthians chapter 4 verse number 6. യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവത്തിന്റെ തേജസ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. It is a glory that was on the face of Lord Jesus Christ, enlightened our heart. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ആ ദൈവം തന്നെ It is the very Lord who commanded, let there be light from darkness. നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. Not only bring us under this light from darkness. ഇന്ന് നമ്മുടെ ഹൃദയത്തിനകത്തൊരു വെളിച്ചമുണ്ട്. Today in our heart there is a light. ഏതാണോ പ്രകാശമെന്നറിയാമോ? You know which is that light? യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്. It is a glory that is shining upon the face of Jesus Christ. അതൊരു ഭക്തന്റെ മുഖത്ത് പ്രകാശിക്കുന്നുണ്ട്. That is shining on the face of a godly. അതൊരു ദൈവത്തിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട്. That is enlightened the heart of a child of God. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി A person who received the power of anointing. അഭിഷേകം പ്രാപിക്കാത്തൊരു 100 പേരടയ്ക്ക് നിന്ന് നോക്കിയാട്ട് And suppose he stands in the midst of 100 people who are unanointed. ഒറ്റനോട്ടത്തിൽ കാണുമ്പോഴേ മനസ്സിലാവും. Suddenly you can identify him. കാരണം മുഖത്ത് ദൈവതേജസ്സിന്റെ പ്രകാശനം കാണുവാൻ Because സാധിക്കും. you can notice a glory on the face of God of that person. ഇരുട്ടിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. He has brought us from darkness to light. യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ് നമ്മുടെ ഹൃദയത്തെ The പ്രകാശിപ്പിച്ചു. glory of Lord Jesus Christ was shining upon our faces. അത് മാത്രമല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. Yet further has God has done something else also. കൊലോസ്യ ലേഖനം 1 അധ്യായം 13 വാക്യത്തിലേക്ക് വരുമ്പോൾ Colossians chapter 1 verse 13. അവൻ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചിട്ട് From the power of darkness he has liberated us. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി He വെച്ചിരിക്കുന്നു. has translated us into the kingdom of his beloved son. നമ്മ ഇരുട്ടിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, Not only had the Lord delivered us from the force of darkness, നമ്മെ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. we quickened with him and translated into the heavenly places now. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. The Lord has brought us under the kingdom of his beloved son now. ആ ദൈവിക നീതിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു.
കൊണ്ടുവന്നിരിക്കുന്നു. The Lord has brought us unto the divine street now. ദൈവിക സമാധാനത്തിലേക്ക് അവൻ നമ്മെ The കൊണ്ടുവന്നിരിക്കുന്നു. Lord has led us unto the divine peace now. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. The Lord has led us unto the joy of the Holy Ghost now. അപ്പോസ്തലിക കൂട്ടായ്മയുടെ ഐക്യത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. The Lord has given us unto the apostolic fellowship now. അവൻ നമ്മെ ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിൽ The ഇരുത്തിയിരിക്കുകയാണ് Lord has raised us ചെയ്യുന്നത്. and set us in the heavenly places now. അത് മാത്രമല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. Moreover, God has done something else also in our life. വെളിച്ചത്തിലുള്ള വിശുദ്ധന്മാരോടുകൂടി അവൻ നമുക്ക് അവകാശം തന്നിരിക്കുന്നു. God has given us inheritance with the saints in the heavenly places. പ്രിയ ദൈവമക്കളെ, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാകുന്നു. Honorable people of God, really, we are a privileged class. ഒരു കാലത്ത് ഇരുളിലും മരണനിഴലിലും ജീവിച്ചവരായിരുന്നു നമ്മൾ. In the time past, we are darkness and the shade of death. എന്നാൽ അവൻ നമ്മോടുള്ള ആർദ്ര കരുണയാൽ ഉദയം നമ്മെ സന്ദർശിച്ചു. However, by His kindness, this rising visited us. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടില്ല. Today, there's no more darkness in our life. പാപത്തിന്റെ ശക്തിക്ക് അധികാരമില്ല. Power of death has no control over us. മരണത്തിന്റെ ശക്തിക്ക് അധികാരമില്ല. Power of death has no room over us. യേശുക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നു. Glory Lord Jesus Christ is shed abroad in our heart. നമ്മളെ ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തി. We are raised and set in heavenly places now. വെളിച്ചത്തുള്ള വിശുദ്ധന്മാരോട് കൂടി അവൻ നമുക്ക് അവകാശവും പകർന്നു തന്നു. Along with the saints of light, Lord has given us inheritance. അത് മാത്രവുമല്ല, Moreover, ഇനി ഒരിക്കൽ പോലും ഈ ശക്തി നമ്മെ ഭരിക്കാതിരിക്കുവാൻ, never shall this power having dominion over us. ഈ പാപത്തിന്റെയും മരണത്തിന്റെയും ശക്തി നമ്മെ തൊടാതിരിക്കുവാൻ, This power of darkness, power of sin, death should not haunt us. അവൻ തന്റെ ജീവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നു. He has inscribed into our heart this is spirit of life. റോമാലേഖനം 8-2 വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. This is Romans chapter 8 verse number 2 that is mentioned. ആ പരിശുദ്ധാത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നപ്പോൾ, As the Holy Spirit is shed abroad in our heart, അവന്റെ ജീവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുകയായിരുന്നു ചെയ്തത്. the spirit life is injected into our conscience. അതോടെ പാപത്തിന്റെ ശക്തി നമ്മെ വിട്ടു പോയി. The power of sin eliminated therefrom. മരണത്തിന്റെ ശക്തിക്ക് ഇനിമേലാൽ നമ്മുടെ മേൽ അധികാരമില്ല. Power of death has no authority over us anymore. ആകയാൽ നമ്മുടെ കർത്താവിന് നമ്മളുടെ ആർദ്ര കരുണ എത്ര വലുതെന്ന് ചിന്തിച്ചാട്ടെ. How marvelous is the mercy of God upon us. അവൻ നമ്മുടെ കാലുകളെ സമാധാനത്തിന്റെ മാർഗത്തിലാക്കി നിർത്തിയിരിക്കുന്നു. He has kept our feet upon the way of peace. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. Plenty people in the world haven't come to this experience so far. പാപത്തിന്റെ അന്ധകാരത്തിന് കീഴിൽ അവർ ജീവിക്കുകയാണ്. Today they are under the darkness of sin. മരണ നിഴലിന് കീഴിൽ അവർ ജീവിക്കുകയാണ് Today ചെയ്യുന്നത്. they are under the shadow of death. രോഗത്തിന്റെ അടിമപ്പെട്ടവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. They are under the captivity of sickness. രോഗമെന്ന് പറഞ്ഞ് ഇരുട്ടിന്റെ ഒരു ശക്തിയാണ്. Sickness is also a power of darkness. രോഗം വരുവാൻ ഒരുപക്ഷെ കർത്താവ് അനുവദിച്ചേക്കും. Some days God might permit the sickness. പക്ഷെ കർത്താവല്ല ഒരിക്കലും രോഗം വരുത്തുന്നത്. God is never allowing this. പിശാചാണ് രോഗം വരുത്തുന്നത്. It's the devil who is bringing it. കർത്താവ് ഒരിക്കലും രോഗം വരുത്തത്. God is not to bring it upon you. രോഗം വരുവാൻ ഒരിക്കലും ഒരുപക്ഷെ അവൻ അനുവദിച്ചേക്കും. Perhaps he might allow it to go. നമ്മുടെ കർത്താവ് ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന God ദൈവമല്ല. is not tempting you with evil. പക്ഷെ ഇന്ന് മനുഷ്യർ രോഗത്തിന് അടിമകളായി ജീവിക്കുകയാണ്. Allah said today man is enslaved to sickness. അത് ഇരുട്ടിന്റെ അധികാരമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. You must understand that's the power of darkness. ഇന്ന് രാത്രി യോഗത്തിന് ഞാൻ കടന്നു വരുമ്പോഴും Tonight when I was coming to this meeting, ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയുമെന്നൊരു ഒറ്റ വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. I never thought that I'll be able to deliver the message with you. ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിക്കുവാനാ തീരുമാനിച്ചത്. I decided to speak alone. സഹായം കഴിഞ്ഞിട്ട് ചന്ദ്രശേഖരം സാറെ വിളിച്ചിട്ട് വന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. After Sunday service, I contacted this brother to help me. കാര്യം എനിക്ക് നാവെടുത്ത് ഒരു വാക്ക് സംസാരിക്കുവാൻ നിവർത്തിയില്ല. I was not able to open my mouth and use a word. ഞാൻ ഏനാത്ത് കടന്നു വരുന്നതും വരെയും എന്റെ നാവ് കെട്ടിവെച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. Till I reached Enoch, even my tongue was tied. എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട അപ്പച്ചൻ പ്രാർത്ഥിച്ച് യോഗം ആരംഭിച്ചു. Our district center pastor started praising and ഇരുളിൽ started the നിന്നും meeting. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യോഗം ആരംഭിച്ചു. Started with telling that from darkness unto light. ആ ശബ്ദം കേട്ടപ്പോൾ ദൈവത്തിന്റെ ശക്തി എന്നിലേക്ക് കടന്നു വന്നു. On hearing the statements, the power of God came into me. എന്റെ നാവിന്റെ കെട്ട് അടിഞ്ഞു പോകുവാനിടയെ The തീർന്നു. strap of my tongue was let loose. ഞാൻ അല്പം മുമ്പ് ചിന്തിച്ചു സാറിനെ ബന്ധപ്പെടുത്തി വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്ന്. After a short while, I thought that I must not just compel this brother to come. രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയാണ്. There's a power of darkness walking behind sickness. അവയെ ശാസിക്കുകയത്ര വേണ്ടത്. You have to condemn the same spirit. ഒരു ഭക്തൻ ഒരിക്കലും അതിന് അടിമപ്പെട്ടിരിക്കുന്നവനാവരുത്. The godly should not be under the captivity of the same. ആകയാൽ രോഗത്തിന്റെ ശക്തിയെ ശാസിക്കുവീൻ. You have to condemn the spirit of sickness. ലോകത്തിൽ എത്രയോ മനുഷ്യർ അതിന് അടിമപ്പെട്ട് ജീവിക്കുക ചെയ്യും. Plenty of people are addicted to the same today. അനേക ശാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. They're enslaved to many curses. കുടുംബത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല. No prosperity in family. ഒരു നന്മകളും ഉണ്ടാകുന്നില്ല. No goodness in family. ആഭിചാര ശുദ്രത്തിന്റെ ശക്തികൾ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. The power of sorcery, witchcraft, sabotage in spiritual life. തലമുറകൾക്ക് ജോലി ലഭിക്കാതെ ഭാരപ്പെടുന്നു.
generations are not professionally employed. പിശാച് നിങ്ങൾക്ക് വിരോധമായി പറക്കും വിരോധമായി പ്രവർത്തിക്കും. Devil is working against your generation. എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതൽ അനുഭവിക്കുവാൻ കഴിയണില്ല. Even the women have prayed, you are not able to find deliverance. രാത്രി ഈ ഒരു നിലവാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കുന്നെങ്കിൽ, Tonight, if you are in a miserable state, നിങ്ങളെ തകർത്ത് കളയുന്ന ഏതെങ്കിലും ഒരു ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ, is there any strange force working in you to destroy you? ഒരുപക്ഷെ വിട്ടുമാറാത്ത രോഗത്തിന്റെ ശക്തിയായിരിക്കാം, Perhaps unceasing power of sickness, അല്ല തകർക്കുന്ന ഏതെങ്കിലും ശാപത്തിന്റെ ശക്തിയായിരിക്കാം, some power of curse that is destroying your അല്ലെങ്കിൽ life, ഏതെങ്കിലും ആഭിചാരത്തിന്റെയോ ശുദ്രത്തിന്റെയോ ശക്തികളായിരിക്കാം, some power of witchcraft or sorcery, അല്ലെങ്കിൽ വിളിച്ചു നേർച്ചയുടെ ശക്തികളായിരിക്കാം, some power of divination, ഏതെങ്കിലും അന്യ ആരാധനയുടെ ശക്തികളായിരിക്കാം. sometimes a strange worshiping spirits. ഇന്ന് രാത്രി ആ വെളിച്ചത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. Tonight to step into marvelous light. ആ ഇരുട്ടിന്റെ ശക്തി ഒരിക്കൽ പോലെ നിങ്ങളെ പിടിച്ചടക്കുവാൻ അനുവദിച്ചു കൊടുക്കരുത്. Do not allow the power of darkness to control anymore. ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നവരായി തീരണം. You have the deliverance from that authority. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചു. Lord Jesus Christ died on the cross of Calvary. അവർ ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞൊരു വാക്കുണ്ട്. Hanging on the cross, he made a last pronouncement. അവൻ ടെറ്റലിസ്റ്റ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രാണനെ വിട്ടുവെന്ന് വായിക്കുന്നു. He just shouting aloud and gave up his ghost. എന്താണ് ടെറ്റലിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് What is പറയുന്നത്? meant by this term Tetelestai? സകലതും നിവർത്തിയോ, It is finished. ഞാൻ സകലതും നിവർത്തിയായി എന്നവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. He cried aloud, it is finished. പ്രിയ ദൈവമേ, നിനക്ക് വേണ്ടത് സകലതും അവൻ കാൽവരിയിൽ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. All of a child of God on the cross of Calvary. നിന്റെ He has finished everything for you. നിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടത് കാൽവരിയിൽ അവൻ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. He has finished what is required to deliver you from your sin. മരണത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടത് കാൽവരിയിൽ അവൻ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. He has finished on Calvary to required to deliver you from the power of death. നിന്നെ കെട്ടുന്ന രോഗത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടത് കാൽവരിയിൽ കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. Lord Jesus finished on the cross of Calvary what is required to deliver you from the bodies of sicknesses. നിന്നെ തകർക്കുന്ന ശാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടത് കാൽവരിയിൽ അവൻ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. He has finished on the cross of Calvary to deliver you from the power of curse that is destroying your life. നിന്റെ സമാധാനത്തിന്റെ ശിക്ഷയാണ് അവർ കാൽവരിയിൽ വഹിച്ചത്. The punishment of curses that he bore upon cross of Calvary. അവന്റെ അടിപ്പിടൽ നിനക്ക് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടിയാണ്. By his stripes you can be healed. ആകയാൽ ഉയരത്തിൽ ഉദയം നിന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. Therefore this rise is visiting you from above. അവൻ നിന്നോട് ആർദ്ര കരുണയുള്ളവനായിരിക്കുന്നു. He is full of mercy upon you. ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന അവസ്ഥയില് Tonight from the present state, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. Holy Spirit of God is working നീ powerfully. യാദൃശ്ചികമായിട്ടല്ല ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. Accidentally you happen to come to this campus. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. Holy Spirit of God consigned you and brought you here. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിന്നിൽ ചില പ്രവർത്തികൾ ചെയ്യുവാനുണ്ട്. Tonight the Holy Spirit of God is willing to do certain things in your life. ചില ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രി നിന്നെ വിട്ടു പോകണം. Some power of darkness should be cut off from your life. ചില പാപത്തിന്റെ കെട്ടുകൾ നിന്നെ വിട്ട് അടിഞ്ഞു പോകണം. Stripes of sickness should be removed from your life. ലോകത്തിന്റെ ശക്തികൾ നിന്നെ വിട്ട് അടിഞ്ഞു പോകണം. Power of sickness should be let loose in your life. നിന്നെ തകർക്കുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി നിന്നെ വിട്ട് അടിഞ്ഞു പോകുവാൻ ഇടയായി തീരണം. Strange forces destroying life should be dispelled from your life. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ഇത് വിശ്വസിക്കുന്നുണ്ട്? Tonight how many believe? ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ചാട്ടെ. Will you close your eyes for a moment? ദൈവത്തിന്റെ പരിശുദ്ധം ഞങ്ങളെ ഉദ്യമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. Holy Spirit of God is concerning you. ഇന്ന് രാത്രി ഉദയം നിങ്ങളെ സന്ദർശിക്കാൻ പോകുകയാണ് Tonight this ചെയ്യുന്നത്. rise is going to visit you. ഒരു വിടുതലിന്റെ ശക്തി പന്തലിക്കൽ ഇന്ന് പകൽക്കാർ രാത്രിക്കാലം വ്യാപരിക്കാൻ പോകുന്നു. Your power of deliverance is operating. പരിശുദ്ധമ ചില കെട്ടുകൾ അടിക്കാൻ പോകുകയാണ് ചെയ്യുന്നത്. Holy Spirit is going to answer certain bindings. ഇന്ന് നീ സംശയമില്ലാതെ വിശ്വസിക്കുന്നുവെന്നുണ്ടെങ്കിൽ I'm skeptically are you able to believe it tonight? പല വർഷങ്ങളെ അലട്ടുന്ന രോഗത്തിന്റെ കെട്ട് നടിഞ്ഞു മാറുവാനിടയായി തീരും. Blindness and sickness are going to be cut off. നിന്റെ തലമുറകൾ വ്യാപരിക്കുന്ന ശക്തികൾ നിന്നെ അടിഞ്ഞു മാറുവാനിടയായി തീരും. Powers working against the generation are going to be cut off. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയുള്ള കരം നീ കാണുവാനിടയായി തീരും. You are going to witness the powerful hand of God. ജീവന്റെ വെളിച്ചം നിന്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി തീരും. Light of life is going to be radiant into your heart. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളെ പരിശുദ്ധാത്മാവിനെ കൊടുത്താട്ടെ. People of God is in the Holy Spirit. God give room for Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ വായ് തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Those who need to come on, open your mouth and praise ഈ God. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. Strongly vociferous and keep on praising God. സ്തുതികളുടെ ഘോഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. The voice of thanks and praise will come up your mouth. നീ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ടെ. Praise and glorify God in tongues. ആ അത്ഭുത പ്രകാശം നിന്നെ തൊടുവാൻ പോകുകയാണ് The ചെയ്യുന്നത്. the light is going to touch you. ആ വെളിച്ചം നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ പോകുന്നു. The light is going to peep in your life. ആ കെട്ട് നിന്നെ വിട്ട് അടിഞ്ഞു മാറുവാൻ പോകുന്നു. That mind is going to be cut off. അതെ, അവന് നിന്നോട് കരുണയുണ്ട്. He is full of mercy for you. അവൻ നിന്നോട് കരുണയുള്ളവനായിരിക്കുന്നു. He is full of kindness for you.
പാപം രോഗം ജഡത്തിനന്മേ അധികാരമില്ലല്ലോ വൻ കൃപയാ. ഓ പാപം രോഗം ജഡത്തിനന്മേ അധികാരമില്ലല്ലോ വൻ കൃപയാ. സകല ചെയ്യും ഞാൻ കീഴ്പ്പെടുത്തിയിടുവാനായി വൻശക്തി മതി എനിക്ക്. സകല ചെയ്യും ഞാൻ കീഴ്പ്പെടുത്തിയിടുവാനായി വൻശക്തി മതി. കരങ്ങളടിച്ച് അഭിഷേകത്തോടെ ഓ പാപരോഗ ജഡത്തിനന്മേ അധികാരമില്ലല്ലോ വൻ കൃപയാ. ഓ പാപരോഗ ജഡത്തിനന്മേ അധികാരമില്ലല്ലോ വൻ കൃപയാ. സകല ചെയ്യോ ഞാൻ കീഴ്പ്പെടുത്തിയിടുവാനായി വൻശക്തി മതി എനിക്ക്. സകല ചെയ്യോ ഞാൻ കീഴ്പ്പെടുത്തിയിടുവാനായി വൻശക്തി മതി എനിക്ക്. സകല ചെയ്യോ ഞാൻ കീഴ്പ്പെടുത്തിയിടുവാനായി വൻശക്തി മതി. ഓ സകല ചെയ്യോ ഞാൻ കീഴ്പ്പെടുത്തിയിടുവാനായി വൻശക്തി മതി. സകല ചെയ്യോ ഞാൻ ഇരുട്ടിന്റെ ശക്തികളെ കീഴ്പ്പെടുത്തുവീൻ. നിങ്ങളെ ബന്ധിക്കുന്ന രോഗത്തിന്റെ ശക്തികളെ കീഴ്പ്പെടുത്തുവീൻ. എല്ലാ ശത്രുവിന്റെ അധികാരങ്ങളെ കീഴ്പ്പെടുത്തുവീൻ. അതിനായിട്ട് അഭിഷേകത്തിന്റെ സംഖ്യാപനങ്ങൾ പകർന്നിരിക്കുന്നു. ഓ ഇരുട്ടിന്റെ ശക്തികൾ അടിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉയരത്തിൽ ഉദയം സന്ദർശിക്കട്ടെ. ഓ അത്ഭുത പ്രകാശം അവിടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. ജീവന്റെ വെളിച്ചം വ്യാപരിക്കട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗത്തിന്റെ കെട്ടുകളും വിട്ടുപോകട്ടെ. സാത്താന്റെ ശക്തികൾ അടിഞ്ഞു മാറട്ടെ. ശാപത്തിന്റെ കെട്ടുകൾ അടിഞ്ഞു മാറട്ടെ. അന്ധകാര ശക്തികൾ അടിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയാടിയ മക്കളെ, Beloved people of God, ഉയരത്തിൽ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. His spring visitors from above. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജഡാവതാരം ഒരു ഉദയമായിരുന്നു. Lord Jesus, the physical incarnation was a day spring. അവൻ അത്ഭുത പ്രകാശമായി ലോകത്തിലേക്ക് കടന്നു വന്നു. He came to what as the marvelous light. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Revelation chapter 22, the 16th അവിടെ verse, കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ഉദയത്തെ കാണുവാൻ സാധിക്കും. we read about the second aspect of day spring of Jesus Christ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു. Lord Jesus said that I'm the true pure morning star. യേശു പറഞ്ഞു, ഞാൻ ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു. Lord Jesus said that I'm the bright morning star. എന്താണ് ഈ ഉദയ നക്ഷത്രത്തിന്റെ പ്രത്യേകത? What's the specialty of this morning star? 2 പത്രോസ് 1-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 Peter chapter 1 verse number 19. ഉദയ നക്ഷത്രത്തിന്റെ പ്രത്യേകത പത്രോസ് അവിടെ എടുത്തു പറയുന്നുണ്ട്. Peter speaks about the greatness of this morning star. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യണം. The day breaks in your heart, this day spring should come. ഉദയ നക്ഷത്രം ഉദിക്കുന്ന നേരം പുലർന്നു വരുന്ന സന്ദർഭത്തിൽ As the day dawns only, this morning star is rising up. നീതി സൂര്യനും ഉദയ നക്ഷത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. There's a difference between the sun of righteousness and the morning star. ഉദയ നക്ഷത്രം അതിരാവിലെ സമയത്തെ ഉദിക്കത്തുള്ളൂ. Morning star dawns in the early morning. പക്ഷെ നീതി സൂര്യൻ നേരം പുലർന്നിട്ടാ ഉദിക്കുന്നത്. Sun of righteousness is risen after day breaks out. ഉദയ നക്ഷത്രം അവനെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. Morning star can be seen for the people who are waiting to see it. പക്ഷെ നീതി സൂര്യൻ അങ്ങനെയല്ല, സകലരും കാണത്തക്കവണ്ണം വരുന്നത്. The sun of righteousness can be seen by all. യേശുവിന്റെ ഈ രണ്ട് പ്രത്യക്ഷതയും തമ്മിൽ വ്യത്യാസമുണ്ട്. There's a difference between these two manifestations of Jesus Christ. കർത്താവ് ഇനി വരുന്ന ഉദയ നക്ഷത്രമായിട്ടാ വരുന്നത്. The Lord is going to appear as a morning star again. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി മാത്രം. Father says who are ardently waiting for the coming. തന്റെ രക്തം കൊണ്ട് സമ്പാദിച്ച തിരുസഭയെ ചേർക്കുവാൻ. Not to gather the holy church that is redeemed to this blood. പക്ഷെ നീതി സൂര്യനായി പ്രത്യക്ഷപ്പെടുന്ന അതിനു വേണ്ടിയല്ല. But the Son of Righteousness is coming
not for the same cause. യേശു ലോകത്തിന്റെ രാജ്യത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് കടന്നു വരുന്നത്. Lord Jesus Christ coming to the world not to undertake the kingdom of the kingship of the world. നമ്മൾ കാത്തിരിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി. We are ardently waiting for the return of Jesus Christ. എബ്രായ ലേഖനം 9:28 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Hebrews chapter 9 verse number 28. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. Christ sacrificed once and for all in order to bear the sins of many. ഇനി തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകും. For the second time he is going to appear to gather them who are waiting without sin. യേശു രണ്ടാമതും വരുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല വരുന്നത്. Jesus coming for the second time, not for all. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉദയനക്ഷത്രം ഉദിക്കും. This morning star is going to rise in order to gather the ones waiting for him. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ പ്രത്യാശയാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവെന്ന് പറഞ്ഞിരിക്കുന്നത്. The second coming of Lord Jesus Christ is the hope of the redeemed people of God. 1 തെസ്സലോനി 5:2 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. In 1 Thessalonians chapter 5 verse number 2, Saint Paul says, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. the day of the Lord is coming as a thief is coming during the night. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുവാൻ ഇടയായിത്തീരും. Unthinking of one, the Son of Man shall manifest. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. This man is as assured as the morning. എന്താണ് അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? What's the meaning? His rising is as assured as the morning. സൂര്യൻ അസ്തമിക്കുന്നെങ്കിൽ അത് ഉദിക്കുമെന്നുള്ളത് ഉറപ്പാണ്. If the sun sets surely it shall rise up. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മടങ്ങി വരവും പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. That being so, the second coming of Lord Jesus Christ is as assured as the morning. കർത്താവ് മടങ്ങി വരുമെന്നുള്ളത് സത്യമാണ്. It is true. Lord Jesus Christ shall come again. അത് പ്രഭാതം പോലെ നിശ്ചയമുള്ള കാര്യമാണ്. It is as assured as the morning. കർത്താവിന്റെ വരവിനെ കുറിച്ച് ആർക്കും സംശയത്തിന് അവകാശമില്ല. Nobody can have any claim over the suspension of the second coming of Jesus Christ. സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. Naturally, a question crops up in our mind. കർത്താവ് വരുവാൻ താമസിക്കുന്നത് എന്ത്? It is delayed for the coming of the Lord, and why? വരുമെന്ന് പറഞ്ഞിട്ട് വർഷം 2000 ആയല്ലോ, വരുന്നില്ലല്ലോ. 2000 years passed by since that prediction. Why he hasn't come yet? കർത്താവിന്റെ വരവ് താമസിക്കുന്നതിന് 2 കാരണങ്ങൾ തിരുവെഴുത്തിൽ പറയുന്നു. The word of God speaks about 2 important reasons with which the Lord is tarrying. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് The foremost reason is 2 പത്രോസ് 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, in 2 Peter chapter 3 verse number 9. എന്തുകൊണ്ട് കർത്താവിന്റെ വരവ് താമസിക്കുന്നു? Why is the coming of the Lord getting delayed? ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ The താമസിക്കുന്നു. Lord is not delayed to fulfill his promise as some people feel that it is delayed. പിന്നെ എന്തുകൊണ്ട് താമസിക്കുന്നു? If that being so, why is it delayed? ആരും നശിച്ചു പോകാതെ That nobody should perish. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് Desiring that all should repent. അവൻ ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുക. And he is with the long suffering waiting. കർത്താവ് വരാൻ താമസിക്കുന്നതിന്റെ കാരണം പിടികിട്ടിയല്ലോ. Now you understood the reason with which he is delaying. ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. It's not the will of the Lord, not even a single soul should perish. ലോകത്തിൽ വന്നവൻ അവന്റെ അവസാനത്തുള്ള രക്തം വരെ ഒഴുക്കിയിട്ട് പോയവനാണ്. He came to the world, shed even the last drop of his blood and pass off. അതുകൊണ്ട് ഈ ഏനാത്ത് ദേശത്ത് കുറച്ചു പേര് കൂടെ മാനസാന്തരപ്പെടുവാനുണ്ട്. Therefore in this land, you know, even some more souls ought to be saved. അതുകൊണ്ട് കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നത്. That's why he is delaying to fulfill his promise. ഒരു വ്യക്തി പോലും നരകത്തിലേക്ക് പോകുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. Not even a single soul should slip into hell is the will of Jesus. ഒരു വ്യക്തി പോലും എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ ചെന്ന് അകപ്പെടുവാൻ യേശു It ആഗ്രഹിക്കുന്നില്ല. is not the research is that nobody should be stranded under the regime of Antichrist. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം. Nobody should perish. Everybody should repent. അപ്പോൾ ഈ വാക്യത്തിൽ ഒരു കാര്യം മനസ്സിലായി. From this we understand one thing. മാനസാന്തരപ്പെടാത്തവരെല്ലാം നശിച്ചു പോകുമെന്ന്. Unrepentant shall perish. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് തിരുവെടുത്ത് വിളിച്ചു പറയും. The word of God says, unless you repent, you shall go astray. അതുകൊണ്ട് ആ തിരുവെടുത്ത് ഇപ്രകാരം വിളിച്ചു പറയുന്നത്, Therefore the word of God proclaims, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ the Lord is winking at the time of ignorance. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. Now he commands everyone, all should repent. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. This is the commandment of God. അത് മറിക്കാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ല. Nobody can overthrow it. എല്ലായിടത്തും മാനസാന്തരപ്പെടണം. Everywhere there should be repentance. അമേരിക്കയിലും In മാനസാന്തരപ്പെടണം. the states there should be. ആഫ്രിക്കയിലും മാനസാന്തരപ്പെടണം. Africa must repent. യൂറോപ്പിലും മാനസാന്തരപ്പെടണം. Europe they must repent. ഇന്ത്യ മഹാരാജ്യത്തിലും മാനസാന്തരപ്പെടണം. Indian continent they must repent. ഈ ഏനാത്തുള്ളവരും മാനസാന്തരപ്പെടണം. People not they should also repent. എല്ലാവരും മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. All cannot but repent. ക്രൈസ്തവരും അക്രൈസ്തവരും മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. Christians and non-Christians should repent. പെന്തക്കോസ്തുകാരും മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. Pentecostal people should also repent. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. That's the commandment of God. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകും കേട്ടോ. Unless you repent, you shall perish. നശിച്ചു പോകുന്ന മറ്റ് 2 കൂട്ടരെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നു. Bible speaks about 2 more groups
they shall perish. 1 Corinthians 18 വാക്യത്തിലേക്ക് വരുമ്പോൾ Come in 1 Corinthians chapter 1 verse number 8. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. What is the cross is foolishness unto the ones who perish. ഈ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ചിലക്കത് ഭോഷത്വമായിട്ട് When തോന്നും. this gospel is preached, it seems to be foolishness to some people. അത് നശിച്ചു പോകുന്നവർക്കാണെന്ന് ആ തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത്. Those who perish, this becomes so. അതുകൊണ്ട് ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ തമ്പുരാൻ It is ആഗ്രഹിക്കുന്നില്ല. not the will of God that not even a single soul should perish. 2 തെസ്സലോനി 1:10 വാക്യത്തിലേക്ക് വരുമ്പോൾ Because 2 Thessalonians chapter 1 verse number 10. സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശം അനുഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. Those who do not obey the gospel shall be condemned to everlasting hellfire. അതുകൊണ്ട് ഏനാത്ത് നിവാസികളെ നിത്യനാശത്തിൽ ചെന്ന് അകപ്പെട്ടു പോകരുത്. Therefore, inhabitants of Earth, do not slip into eternal catastrophe. അതുകൊണ്ടാണ് ഈ ക്രൂശിന്റെ വചനം ഞങ്ങൾ ഉച്ചസ്ഥൈര്യം ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. That's why vociferously we are proclaiming this word of cross unto you. ആകയാൽ ഞങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടെ ബുദ്ധി ഉപദേശിക്കുന്നു, സുവിശേഷം അനുസരിക്കുവീൻ. With love we are giving this exhortation. Please obey the gospel. മാനസാന്തരപ്പെടുവീൻ. Repent. മാനസാന്തരപ്പെട്ട് സുവിശേഷം അനുസരിക്കുവീൻ. Repent and obey the gospel. വിശ്വാസ സ്നാനത്തിലൂടെ സുവിശേഷം അനുസരിക്കുവീൻ. Obey the gospel through water baptism. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിലൂടെ സുവിശേഷം അനുസരിക്കുവീൻ. Obey the gospel by receiving the power of anointing. സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ നിത്യനാശം അനുഭവിക്കുമെന്ന് Unless you obey this gospel, you shall be condemned to eternal destruction. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു. The word of God proclaims, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും even though the man attains the whole world, അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. if he loses his soul, there is no profit he wins. മരിച്ചാൽ എവിടെ പോകുമെന്നുള്ളതിനെ കുറിച്ച് ഉറപ്പുണ്ടായിരിക്കണം. You must have the confidence as to where shall you go after death. ഇന്ന് പല മനുഷ്യർക്ക് ഇതിനെ കുറിച്ച് ഉറപ്പില്ല. Today, many are not confident enough. തിരുവെടുത്ത് അവർക്കൊരു പേര് വിളിക്കണം. The word of God gives a word to them, name to them. മൂടാ, Fool. മൂടാ, Fool. ഇന്ന് നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ Tonight, if thy soul is required of thee, അവന് യാതൊരു ഉറപ്പുമില്ല. there is no confidence. ഹാസ്യസാമ്രാട്ടായ തെന്നാലി രാമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. Then in Robin, the kingdom of humor, you know him. ഒരിക്കൽ രാജധാനിയിൽ അസാധാരണമായ ഒരു മണി മുഴങ്ങി. Once there was a bell that was echoing in the palace. എന്തോ സംഭവമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഓടി തെന്നാലി രാമൻ കൊട്ടാരത്തിലേക്ക് ചെന്നു. Something striking was there. Then Robin straight away rushed to the palace. മന്ത്രിയുടെ കുഞ്ഞ് കിണറ്റിൽ വീണിരിക്കുക. The races the child of the minister fell into the well. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. The king passed a decree. കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് രക്ഷിക്കുന്നവർക്ക് വലിയ സമ്മാനം കൊടുക്കുന്നവരായിരിക്കും. Anyone that rescues child from the well shall be honored well. കൽപ്പന കേട്ട് ഓടി വന്നവരെല്ലാം ചാടി കിണറ്റിലേക്ക് എടുത്ത് ചാടി. God gave the decree. People just jumped into the well. വന്നവരെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് കിണറ്റിൽ ചാടിക്കൊണ്ടിരിക്കുക. All those who jumped just one after another falling. കിണറ്റിൽ കിടന്ന് ചവിട്ടുകൊണ്ട് കൊച്ചങ്ങി അത്തുപോയി. Just trembled and died the child. തെന്നാലി രാമൻ വന്നപ്പോ കിണറ്റിൽ ചാടാൻ സ്ഥലമില്ല. Then Raman came here, no room to jump into the well. നോക്കുമ്പോ തൊട്ടടുത്ത് നീന്തക്കുളം കിടക്കുന്നു. Nearby there was a swimming pool. എടുത്ത് അതിനകത്തോട്ട് അവർ ഒറ്റ ചാട്ടം. Yes, somebody jumped into the pool. നനഞ്ഞു കുതിർന്ന് രാജാവിന്റെ അരികിലേക്ക് ചെന്നു. He is completely drenched and he came into the king. രാജാവ് ചോദിച്ചു, എന്താ ഈ സംഭവിച്ചത്? He asked, what happened to you? അവൻ പറഞ്ഞു, രാജാവേ, ഞാൻ കിണറ്റിൽ ചാടാൻ നോക്കിയപ്പോ സ്ഥലമില്ല, അതുകൊണ്ട് ഒരു കുളം കണ്ട് അതിനകത്തോട്ടൊക്കെ ചാടിയെന്ന് My പറഞ്ഞു. majesty, I want to jump into the well, no room, I therefore jumped into a pond. രാജാവ് പറഞ്ഞു, നീയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫോഷൻ എന്ന് പറഞ്ഞു. The king said, you are the greatest fool in this country. തെന്നാലി രാമൻ പറഞ്ഞു, ഇതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ എഴുതി തരാമോ എന്ന് ചോദിച്ചു. Then Raman said, can you certify this? രാജാവ് പറഞ്ഞു, എന്താ കുഴപ്പം, എഴുതി തരാമെന്ന് പറഞ്ഞു. Okay, I shall give you as a certificate. രാജാവ് എഴുതി കൊടുത്തു സർട്ടിഫിക്കറ്റ്, ഏറ്റവും വലിയ ഫോഷൻ. He has given the certificate, he is the greatest fool. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചപ്പോൾ തെന്നാലി രാമൻ ഒരു ചോദ്യം ചോദിച്ചു. So the certificate, he asked a counter question. രാജാവേ, എന്നേക്കാൾ വലിയൊരു ഫോഷനെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യണം? Thy majesty, suppose I come over another fool who is greater than I am. ഈ സർട്ടിഫിക്കറ്റ് അവന് കൊടുത്തേക്കാൻ പറഞ്ഞു. So hand over this to him. 3 മാസം കഴിഞ്ഞപ്പോ രാജാവ് രോഗിയായി. After 3 months of sin, he became sick. കൊട്ടാരത്തിലെ വൈദ്യന്മാരെല്ലാം വന്ന് ചികിത്സിച്ചു. Physicians in the palace came and treated him. ഡോക്ടർമാർ പറഞ്ഞു, പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല, Doctor said, no ray of hope. രാജാവ് മരിച്ചു പോകും. The king will die. രാജാവ് കരഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. He started wailing to the core. തെന്നാലി രാമൻ അടുത്തോട്ട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞു. Then Raman came and said that, hail the king. ചാവാൻ കിടക്കുന്നത് കേട്ടപ്പോൾ കോപം കൊണ്ട് അങ്ങോട്ട് ജ്വലിച്ചു. He is about to die. He is ignited with anger. രാജാവ് തെന്നാലി രാമൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു എന്ന്. It asked to him, what happened to you? ഞാൻ മരിക്കാൻ പോകുമെന്ന് പറയുമ്പോ നീണാൾ വാഴട്ടെ എന്നാണോ നീ പറയുന്നത് I am ചോദിച്ചു. going to die. You say, hail to me. തെന്നാലി രാമൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. He asked a counter question. രാജാവേ, നീ മരിച്ചാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ എന്തു സംഭവിക്കും? Thy majesty, after your death, what shall take place in your life? രാജാവേ, മരിച്ചു കഴിഞ്ഞാൽ നീ എവിടേക്ക് പോകും? Thy majesty, after your death, where shall you go? രാജാവ് പറഞ്ഞു, എനിക്കറിയത്തില്ല. He is spellbound. തെന്നാലി രാമൻ പറഞ്ഞു, Tenali Raman said, 3 മാസം മുമ്പ് ഒരു സർട്ടിഫിക്കറ്റ് തന്നല്ലോ, ഞാൻ അങ്ങ് തിരിച്ചു തന്നേക്കട്ടെ എന്ന് ചോദിച്ചു. 3 months ago, he gave me a certificate. Shall I return
on it now. സ്വന്തം ജീവിതത്തെ കുറിച്ച് എങ്ങോട്ടൊന്നും ഉറപ്പില്ലാത്ത നിന്നേക്കാൾ ഭോഷൻ ആരുമില്ലെന്ന് You are not confident of your life after death, and there's no one who is more foolish than you are. ആകയാൽ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി കരുതിക്കൊള്ളണം ദൈവം. Therefore, you must consider for the eternity of the soul. നമ്മൾ ഒരുങ്ങാത്തതുകൊണ്ട് കർത്താവ് വരുവാൻ താമസിക്കുന്നത്. As we're unprepared, the Lord is delaying. കർത്താവ് വരുവാൻ താമസിക്കുന്ന മറ്റൊരു കാരണവും കൂടെയുണ്ട്. There's another reason with which he is delaying. അപ്പോസ്തല പ്രവൃത്തി 3:21 വാക്യത്തിലേക്ക് വരുമ്പോൾ Acts Apostles chapter 3 verse 21. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. In that passage we read, ദൈവം ലോകാരംഭം മുതല് from the foundation of the world, തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം പുത്രനെ സ്വർഗം കൈക്കൊള്ളേണ്ടതാകും. till the time the restoration of everything that God has predicted to the saints of God, this son should be accepted. സ്വർഗം പുത്രനെ കൈക്കൊള്ളേണ്ടതാകും. Heaven should accept the son. എന്നുവരെ അറിയാമോ? Till which point? വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്ത പ്രവചനങ്ങളൊക്കെ നിവർത്തിക്കപ്പെടുന്നത് വരെ. Till all the prophecies predicted by the holy saints should be fulfilled. കർത്താവിന്റെ വരവിനെ കുറിച്ച് നൂറുകണക്കിന് പ്രവചനങ്ങൾ തിരുവെഴുത്തിലുണ്ട്. Concerning the coming of Lord Jesus Christ, hundreds of prophecies are made in the scripture. ഇതിൽ 2 പ്രവചനങ്ങളും യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ, of which 2/3 are related to the life of the Jews. ഈ പ്രവചനങ്ങൾ ഏതാണ്ട് 90% പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. All these prophecies, more than 90% got fulfilled. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു അന്ത്യ കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. When we think about these things, we must understand we are coming to the last days. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. Beloved people of God, today we maintain our life in the time that is closer to the coming of the Lord. ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഘടികാരമാണ്. Israel, that is the watch of the world. ഇസ്രായേലിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. Every instant that takes place, Israel proclaims the coming of the Lord. എല്ലാം വിവരിക്കാൻ സമയമില്ലെങ്കിൽ അതിപ്രധാനമായി 1-2 വിഷയങ്ങൾ ഓർപ്പിക്കട്ടെ. I doesn't move to the details. I would like to touch a few more important things. AD 70-കളിൽ റോമക്കാർ യഹൂദന്മാരെ ആക്രമിച്ചു. In the early 70s, the Romans attacked the Jews. തീത്തൂസ് കൈസറിന്റെ സൈന്യം യെരുശലേമിലേക്ക് ഇരച്ചു കയറി. The arm of Caesar Titus came to Jerusalem. യെരുശലേം ദേവാലയം തീയിട്ട് ചുട്ടു നശിപ്പിച്ചു കളഞ്ഞു. Jerusalem temple was torched and burnt. പട്ടണത്തിന്റെ മതിലിടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. The walls of the city were destroyed. ജനങ്ങളെ പിടിച്ചു വാളുകൊണ്ട് വെട്ടി കൊന്നു കളഞ്ഞു. People were sawn asunder with the sword. ദേവാലയവും നഗരവും അഗ്നിക്ക് ഇരയാക്കി കളഞ്ഞു. The temple, the city were ascent. ഈ സംഭവത്തില് In this incident, യഹൂദന് ഭയങ്കരമായ നാശം the സംഭവിച്ചു. Jew incurred heavy loss. തന്റെ ദേവാലയം നഷ്ടപ്പെട്ടു. The temple was lost. യെരുശലേം നഗരം നഷ്ടപ്പെട്ടു. City of Jerusalem was lost. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. Lakhs of people lost their lives. എന്നാൽ അതിലല്ല ഉപരി However, above all, യഹൂദൻ അമൂല്യമായി കരുതിയ 3 കാര്യങ്ങൾ അവന് നഷ്ടപ്പെട്ടു. 3 things invaluable to Jews were lost. അവൻ ഒരിക്കലും നികത്താൻ കഴിയാത്ത 3 നഷ്ടങ്ങൾ സംഭവിച്ചു. Irreparable 3 kinds of losses he incurred. 2000 വർഷം വരെ അതിന് യാതൊരു മറുപടി ഉണ്ടായിരുന്നില്ല. For 2000 years, there is no reply to this question. പക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യാഹ്നത്തില് In the middle of the last century, അവന് നഷ്ടപ്പെട്ടതൊക്കെ ദൈവം തിരിച്ചു കൊടുത്തു. everything that he lost, recuperated by God. എന്തൊക്കെയാണ് യഹൂദൻ നഷ്ടപ്പെട്ടെന്നറിയാമോ? You know what he had lost? ഒന്ന്, യെരുശലേം നഗരമതിലിന്റെ താക്കോൽ അവന് നഷ്ടപ്പെട്ടു. First contact is lost the key of the gate of city. യെരുശലേം നഗരം മതിലിന്റെ താക്കോൽ അവന് നഷ്ടപ്പെട്ടു പോയി. And he lost the key of the gate of city. ആ ഗോൾഡൻ ഗേറ്റ് പൂട്ടി താക്കോൽ റബി കയ്യിൽ കൊണ്ട് നടക്കുക. The golden gate was shut. The rabbi was carrying the key with him. റോമൻ സൈന്യം യെരുശലേമിലേക്ക് ഇടിച്ചു കയറി. Roman army rushed to Jerusalem. കയ്യിൽ കാണുന്നവരൊക്കെ വെട്ടി കൊല്ലുകയാണ് ചെയ്യുന്നത്. All the people, when they were slain, താക്കോൽ സൂക്ഷിപ്പുകാരൻ റബിയുടെ അരികിലെത്തി. therefore they came unto this rabbi who was holding the key. വാളുകൊണ്ട് റോമൻ സൈന്യം വെട്ടാൻ വരികയാണ്. They are coming to slay him with the sword. ഏതാണ്ട് 1 അടിയോളം നീളമുള്ളതായ താക്കോല് This is as long as 1 foot. അവൻ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് They cast to the heaven. സ്വർഗത്തേക്ക് നോക്കി റബി ഇപ്രകാരം പറഞ്ഞു. Look at the heaven. Rabbi said, ഓ മീഖായേലേ, ഗബ്രിയേലേ, oh Michael and Gabriel, ഇതാ യെരുശലേമിന്റെ താക്കോൽ. behold the key of Jerusalem. നീ ഇതിനെ സൂക്ഷിച്ചു കൊള്ളണമേ. You must preserve this key. അവൻ റോമൻ സൈന്യത്തിന്റെ വെട്ടേറ്റ് പിടഞ്ഞു വീണ് മരിച്ചു. And he was regulated by his slain by the sword. വർഷം 2000 കടന്നുപോയി. 2000 years passed by. റോമൻ അധിനിവേശം കഴിഞ്ഞു. Roman conquest is over. അറബികൾ യെരുശലേം ഭരിച്ചു. Arabs reigned Jerusalem. ഓട്ടോമൻ തുർക്കികൾ യെരുശലേം ഭരിച്ചു. The Turks ruled Jerusalem. കുരിശുയുദ്ധക്കാർ യെരുശലേം ഭരിച്ചു. The Crusade people also ruled Jerusalem. ബ്രിട്ടീഷുകാർ യെരുശലേമിലേക്ക് കടന്നു വന്നു. Britishers came into Jerusalem. ഇപ്പോഴും വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. You know the gate is shut up. അതിന്റെ താക്കോൽ കണ്ടുകിട്ടിയിട്ടില്ല. The key is not found out. ആ താക്കോൽ അവന് കണ്ടുകിട്ടിയെങ്കിലേ സാധിക്കത്തുള്ളൂ. That cannot but be found out. കാരണം യെഹെസ്കേൽ 44-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, Ezekiel chapter 4:44. ഒരിക്കലും അവന്റെ മശിഹ വെളിപ്പെടും. Once Redeemer shall appear, അന്ന് ഈ വാതിൽ തുറന്നു കൊടുക്കണം. then this gate should be opened. ഈ വാതിലൂടെ വേണം അവൻ യെരുശലേമിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. Through this gate he must come to Jerusalem. പക്ഷെ താക്കോൽ കൈമോശം വന്നിരിക്കുന്നു. Alas, this key is lost. എന്നാൽ 2000 വർഷത്തിന് ശേഷം After 2000 years, 1900
1948 മെയ് മാസം 14-ാം തീയതി 1948, May 14th, ഇസ്രായേൽ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യമെന്ന് സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. Israel was declared to be free. യഹൂദന്മാരുടെ റബിയുണ്ടായിരുന്ന വൃദ്ധനായ മൊർദെഖായി There is a Mordecai, the elder rabbi of Jews, 2000 വർഷത്തെ അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന്റെ സന്തോഷം. and it is a joy that he is delivered from that conquest of 2000 years. ഒരു സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട വെച്ച് താരിഞ്ഞൊരു വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുക. The golden framed spectacles, he was reading the scripture. പാവിയ പടകിലൂടെ പാകിയതായി വീതിയിലൂടെ യെരുശലേം ബ്രിട്ടീഷ് സൈന്യം വിടവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. Through the streets laden with the stones, British army is withdrawing. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കാൽപര്യമാറ്റ അകത്തിരുന്നവന് കേൾക്കാം. And he was just hearing the galloping of the people. അവർ യെരുശലേം വിട്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. They were recording from Jerusalem. ഇസ്രായേൽ എന്ന് സ്വതന്ത്രമായി യഹൂദന്മാർക്ക് കൊടുക്കുന്നു. Now that is given as a free land Israel. ബ്രിട്ടന്റെ അവസാനത്തെ സൈന്യവും കാൽനടയായി കടന്നുപോയി. Britain's even the last troop withdrew. റബി മൊർദെഖായിയുടെ മനസ്സിൽ അനേക ചിന്തകൾ കടന്നുപോയി. And Mordecai, he underwent plenty of thoughts. അനുഭവിച്ച കഷ്ടങ്ങള്, All the sufferings incurred, അനുഭവിച്ച പട്ടിണി, all the starvation, അനുഭവിച്ച അടിമത്തം, all the slavery. ഈ ചിന്തകൾ അവനെ വല്ലാതെ വേദനിപ്പിക്കുവാൻ തുടങ്ങി. He is thought and grieved it. അല്പം ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ After a short while, ബ്രിട്ടീഷ് സൈന്യം യെരുശലേം വിടുന്നതിന്റെ അടയാളമായിട്ട് as a token of living by this British army, അവിടെ കുതിരപ്പട ഇത് പാഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. their cavalry was coming. കുതിരയുടെ കുളമ്പടി കേൾക്കുവാൻ സാധിക്കും. They heard the hoof of the galloping. ഇത് കേട്ടോണ്ട് വൃദ്ധനായ മൊർദെഖായി എന്ന് പറയുന്ന റബി ഇങ്ങനെ അവിടെ ചാരിയിരിക്കുകയാണ്. God heard this rabbi, that old man. പെട്ടെന്ന് ഒരു കുതിരയുടെ ശബ്ദം തന്റെ വാതിലിന്റെ അടുത്തേക്ക് വരുന്നു. Suddenly heard the galloping of a horse. ആരോ വന്ന് വാതിൽക്കൽ മുട്ടി. Someone was tapping the door. സ്റ്റാൻഡിട്ട് തന്റെ ഓവർകോട്ട് എടുത്ത് തന്നെ ഇട്ടു. And he put on that overcoat. സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട നേരെ വെച്ചു. The golden spectacles he put on. പതുക്കെ എഴുന്നേറ്റ് റബി കതവ് തുറന്നു. Gradually he came out to open the latchet. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മേയർ, It is a captain of the army. ഒരടി നീളമുള്ള തുരുമ്പിച്ച ഒരു താക്കോല് That rusted key, that is 1 foot length. റബി മൊർദെഖായിയുടെ കയ്യിലേക്ക് കൊടുത്തു. That is handed over to this Mordecai rabbi. അത് വാങ്ങിച്ചിട്ട് അവൻ പൊട്ടിക്കരഞ്ഞു. He received it, burst into tears. 2000 വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിന്റെ താക്കോൽ അവന് മടക്കി കിട്ടിയിരിക്കുന്നു. After 2000 years, he got back the key of Jerusalem. ഇനി അവന്റെ മസിഹ വരുമ്പോൾ When the Redeemer comes again, സുവർണവാതിലിൽ താക്കോലിട്ടവർ തുറന്നു കൊടുക്കും. golden gate shall be opened in the same key. പ്രിയ മക്കളെ, നമ്മുടെ അന്ത്യകാലത്തിലേക്ക് വന്നിരിക്കുക. All of the people of God, we have stepped into the last days. രണ്ടാമത് 70 ആക്രമണത്തിൽ എന്താണ് യഹൂദർ നഷ്ടപ്പെട്ടത്? Second attack is 70. What happened to this Jew? അവന്റെ ആലയത്തിനകത്ത് മനോഹരമായ ചുരുളുകൾ ഉണ്ടായിരുന്നു. The beatrice scrolls were there within the temple. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ തനി പകർപ്പായിട്ടുള്ള എബ്രായ ഭാഷ എഴുതിയ ചുരുളുകൾ The ഉണ്ടായിരുന്നു. Hebrew original copies of the volumes written in the original language were there. യെശയ്യാ പ്രവചനത്തിന്റെ ചുരുളുകള്, The scrolls of prophetic Isaiah. തോറയുടെ ചുരുളുകള്, തോറയുടെ That is Torah scroll. തൽമൂദിന്റെ ചുരുളുകള്, Talmud's scroll. സങ്കീർത്തനത്തിന്റെ ചുരുളുകള്, Scroll of Psalms. ഇത് മുഴുവനും അവന് നഷ്ടപ്പെട്ടു പോയി. He lost everything. ഇത് യഹൂദന് അമൂല്യമായ നിധിയാണ്. This could invaluable treasure to the Jew. 2000 വർഷം വരെ അതിനെ സംബന്ധിച്ച് ഒരനക്കവുമില്ല. For 2000 years, there's a movement about it. എന്നാൽ 1947 ഒരു സംഭവം ഉണ്ടായി. 1947, an important incident took place. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇടയ ചെറുക്കന് That is a small shepherd by Muhammad. ചാവുകടലിന് തീരത്തുള്ള മലഞ്ചെരുവിൽ ആടുകളെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. From the cliffs of Dead Sea, he was just looking after the flock. വൈകുന്നേരമായപ്പോൾ ആടുകളെ അവൻ ആലിയിലേക്ക് അടിച്ചു കൊണ്ടുപോയി. By the evening, he was bringing unto the stall. നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. The surprise understood one thing. അവന്റെ ആടുകൾ ഒരെണ്ണം കുറവുണ്ട്. And he lost one thing. One thing is missing. അവൻ ആടുകളെ തേടി ആ നഷ്ടപ്പെട്ട ആടിനെ തേടി നടക്കുവാൻ തുടങ്ങി. He went in search of the lost sheep. എവിടെ നോക്കിയിട്ട് ആടിനെ It കാണുന്നില്ല. is not found anywhere. ആ മലഞ്ചെരുവിൽ അനേക ഗുഹകൾ ഉണ്ടായിരുന്നു. And in that is right, plenty of caves. ഗുഹയ്ക്കകത്ത് ആട് കിടക്കുകയാണോ എന്ന് നമ്മൾ സംശയിച്ചു. He suspected whether this is within the cave. അതിനകത്ത് കയറുവാൻ ഭയം തോന്നും. He was frightened to move within. അവനൊരു ഗുഹയ്ക്കകത്തേക്ക് കല്ല് പിറക്കി He എറിഞ്ഞു. threw a stone within the cave. ഒരനക്കവുമില്ല. There's no movement. അടുത്ത ഗുഹയിലേക്ക് ഒരു കല്ല് പിറക്കി എറിഞ്ഞു. Again threw another stone. എന്തോ ഒരു സാധനത്തെ തട്ടി ശക്തമായ ഒരു ശബ്ദം കേട്ടു. He got the rattling of something. അവൻ ഭയപ്പെട്ട് കയറി ഓടി. He was panic stricken. He withdrew. ഒന്നിൽ കൊള്ളക്കാരായിരിക്കും. Sometimes robbers. എന്തോ സംഭവിച്ചിട്ടുണ്ട്. Something happened there. അടുത്ത ദിവസം കൂട്ടുകാരുമായിട്ട് അവിടേക്ക് കടന്നു വന്നു. Next day he came there with his friends. അവർ ധൈര്യം സംഭരിച്ച ആ ഗുഹയ്ക്കകത്തേക്ക് കയറി. They accumulated courage, entered the cave. അവൻ നോക്കിയപ്പോൾ ഇതാ കൽഭരണികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. He surprised with the stone jars. കൂറ്റൻ കൽഭരണികൾ അടുക്കി വെച്ചിരിക്കുന്നു. And mammoth stone jars. ക്ഷമിക്കണം, കൽഭരണി കളിമൺ ഭരണികൾ അടുക്കി വെച്ചിരിക്കുന്നു. Sorry, clay jars were arranged. അവൻ ഒരു കളിമൺ ഭരണി തുറന്നു നോക്കി. He just opened one jar. അതിനകത്ത് ഒന്നും തന്നെ ഇല്ല. And nothing within. 4 കളിമൺ ഭരണി തുറന്നു നോക്കി. And 4 jars opened. അതിനകത്ത് ഒന്നും തന്നെ ഇല്ല. They remained vacuum. 5ാമത്തെ കളിമൺ ഭരണി തുറന്നു നോക്കി. 5th jar was opened. ഇതാ വലിയൊരു ചുരുൾ അതിനകത്ത് ഇരിക്കുന്നു. They noticed the volume. അത് തുണി കൊണ്ട് That is പൊതിഞ്ഞിരിക്കുകയാണ്. covered with the cloth.
അത് കീലുകൊണ്ട് സീൽ ചെയ്തിരിക്കുകയാണ്. that is ready to pitch. അവർ ചേർന്നത് പുറത്തെടുത്തു. And he just brought it out. 3 ചുരുളുകൾ അവർക്ക് കിട്ടുവാൻ ഇടയായി They തീർന്നു. got 3 volumes. എന്താണെന്ന് അവർക്കത് മനസ്സിലായില്ല. They couldn't understand anything. അത് നിവർത്തി നോക്കി അതിൽ എഴുതിയിരിക്കുന്ന വായിക്കാൻ മനസ്സിലാക്കിയില്ല. They opened, they couldn't understand. അവർ അതുമായിട്ട് ബേത്ലഹേമിലേക്ക് പോയി. With it they came to Bethlehem. ഒരു ചെരുപ്പ് കടക്കാരനെ കണ്ടു. They came to a cobbler. കാൻഡോ എന്നാണ് അവന്റെ പേര്. His name is Kando. അവനത് വിറ്റു. They sold him. അവൻ അറബിയായിരുന്നു. He was an Arab. അവനും അത് വായിക്കാൻ He സാധിക്കുന്നില്ല. was not able to go through. അവൻ വിചാരിച്ചു ചെരുപ്പിന്റെ വാറുണ്ടാക്കാമെന്ന് He വിചാരിച്ചു. thought to make his straps. അവൻ ഈ പിള്ളേര് പറഞ്ഞതനുസരിച്ച് ആ ഗുഹയിലേക്ക് വീണ്ടും ഈ കാൻഡോ കടന്നു പോയി. According to the direction by the boys, he came back to this cave. ആ ഗുഹകൾ മുഴുവൻ അരിച്ചു പറക്കി. He searched every part of the cave. 4 ചുരുളുകൾ കൂടെ അവന് കണ്ടുകിട്ടി. He got once again. അതിന് 7 ചുരുളുകൾ അവന് കണ്ടുകിട്ടി. Thus he got his 7 scrolls. ഇതെന്താണെന്ന് അവന് മനസ്സിലാക്കുവാൻ He സാധിക്കുന്നില്ല. was not able to understand the meaning of the same. 1947 നവംബർ മാസം 29-ാം തീയതി 1947, November 29th, ഈ ചുരുളുകളുമായിട്ട് അവൻ ഒരു സ്ഥലത്തേക്ക് കടന്നുപോയി. with the volumes he paid visit a particular point. അവൻ ഹീബ്രു യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നുപോയിട്ട് He visited Hebrew University. അവിടുത്തെ ഹീബ്രു ഭാഷയുടെ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. There was a Hebrew scholar. അദ്ദേഹത്തിന്റെ പേര് ഇസി സുഗേൻ എന്നാകുന്നു. പ്രൊഫസർ ഇസി സുഗേൻ. His name is Professor E.C. Sugain. ഇസി സുഗേനെ കാണാൻ ചെല്ലുമ്പോൾ As he wanted to visit E.C. Sugain, താൻ റേഡിയോക്കകത്തൂടെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. he was saying news from the radio. ഈ ചുരുളുകള് അദ്ദേഹം ഈ ചെരുപ്പ് കടക്കാരന് ഇസി സുഗേനെ കാണിച്ചു. And that was the sound to the cobbler. അത് തുറന്നു നോക്കി. That was opened. അവന്റെ നെഞ്ചത്തേക്ക് അവർ കൈകളൊന്ന് ചേർത്ത് വെച്ചു. He just kept his hands close to the face. 2000 വർഷമായി നഷ്ടപ്പെട്ടു പോയ ചുരുളുകള്. The rose scrolls lost 2000 years ago. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒറിജിനൽ കൈയെടുത്ത് രേഖ. Original manuscript of Isaiah's prophecy. സങ്കീർത്തനത്തിന്റെ എബ്രായ ഭാഷയുള്ള കൈയെടുത്ത് രേഖ. The Hebrew manuscript of Psalms. അതവർ കയ്യിൽ കിട്ടി മാറോട് അണച്ചുകൊണ്ടിരിക്കുമ്പോൾ He was holding that with his chest. റേഡിയോയിലൂടെ ഒരു സന്ദേശം മുടങ്ങി കേൾക്കുകയാണ് Through ചെയ്യുന്നത്. radio, a message is communicated. എന്താണ് സന്ദേശം എന്നറിയാമോ? You know what is the message? UN ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. They enacted a law. 13-നെതിരെ 33 വോട്ടുകൾക്ക് ഇത് പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു. Against 30, against 13, 33, they won that. എന്താണ് ബില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? You know what is the enactment of the bill? ഇസ്രായേലിന് സ്വയംഭരണം കൊടുക്കുവാൻ UN അനുമതി കിട്ടിയിരിക്കുന്നു. UN is sanctioning autonomy to Israel. ആ വാർത്ത ചെവിയിലെത്തിയതോ As they got the news, ആ ചുരുളുകൾ അവർ കയ്യിൽ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുവാൻ തുടങ്ങി. they embraced, hugged it and started crying. അവരത് ഇസ്രായേൽ രാഷ്ട്രത്തിന് സമ്മാനമായിട്ട് അവർ സംഭാവന ചെയ്തു. And they considered that equal to Israel kingdom. 2000 വർഷത്തിന് ശേഷം ചാവുകടൽ ചുരുൾ അവർക്ക് മടക്കി കിട്ടുവാൻ ഇടയായി. After 2000 years from Dead Sea, they got back the scrolls. ലോകാന്ത്യത്തിന് വേണ്ടി ദൈവം യഹൂദനെ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. The Lord is prepared the Jews for the end of the world. ഇനി ഒരു കാര്യവും കൂടെ അവർ നഷ്ടപ്പെട്ടു പോയായിരുന്നു. They lost one more thing. അവർക്ക് ദേവാലയത്തിൽ ഇനി അവർക്ക് ഒരു ആലയം പണിയണം. They have to rebuild the temple. പക്ഷെ ആലയം എങ്ങനെ അഭിഷേകം ചെയ്യും? But how will they anoint it? ഒരു തുള്ളി അഭിഷേക തൈലമില്ല. Not even a drop of oil of anointing. ആക്രമണത്തോട് അഭിഷേക തൈലം നഷ്ടപ്പെട്ടു പോയി. They lost with that attack. അഭിഷേക തൈലം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കത്തുമില്ല. They were not able to make this oil of anointing. മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥ പ്രകാരം According to the law of Moses, 5 കൂട്ടുകൾ ചേർത്താണ് അഭിഷേക തൈലം ഉണ്ടാക്കേണ്ടത്. the 5 things this must be made. അതിനകത്ത് 250 ശേക്കൽ സുഗന്ധ പശ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. 50 shekels of galbanum is there. ചില പുരാതന ബൈബിൾ മലയാളം ബൈബിളിൽ വയമ്പെന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പേര്. Primitive is called calamus. ഈ സുഗന്ധ പശ കിട്ടത്തില്ല. This galbanum is not available. അഫാർസ്മൻ എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ് The ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. plant of fasten, this must be made. ഈ ചെടി എങ്ങും ലഭിക്കത്തില്ല. And this is not available everywhere. അതുകൊണ്ട് അവർ യെരൂശലേം ദേവാലയത്തിന്റെ ചുറ്റുപാട് 2 പ്ലോട്ടുകൾ നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. Around the temple of Jerusalem, 2 plots, so this was brought up. അതിൽ നിന്ന് എടുത്താണ് അവർ തൈലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. From that till they made the oil. പക്ഷേ 70 ആക്രമണത്തില് During the attack in AD 70, യെരൂശലേം ദേവാലയം തീ വെച്ച് ചുട്ടുകളഞ്ഞപ്പോൾ Jerusalem temple was torched. ഈ അമൂല്യമായ ചെടികളും നശിപ്പിച്ചു കളഞ്ഞു. These invaluable plants were also destroyed. അഫാർസ്മൻ എന്ന് പറയുന്ന സസ്യം അഗ്നിക്ക് ഇരയായി തീർന്നു. Forestment, that plant is also burnt. ഇനി ഭാവിയിലും അവർക്ക് ആലയം പണിതാൽ അഭിഷേകം ചെയ്യുവാൻ തൈലം ഉണ്ടാക്കാൻ ഒരു നിവൃത്തിയില്ല. In the future, if they build the temple, there's no oil. 2000 വർഷമായി യഹൂദന്റെ മനസ്സിലെ തീയായിരുന്നു അത്. That became the fiery aspect in the mind of the Jew for 2000 years. ഭാവിയിൽ ഞങ്ങൾക്ക് ഒരു ആലയം ഉണ്ടായാൽ, In future, if we build a temple, ഒരു പൗരോഹിത്യം ഉണ്ടായാൽ, we get a priesthood. എങ്ങനെ ആലയം ഞങ്ങൾ പ്രതിഷ്ഠിക്കും? How shall we consecrate the temple? പക്ഷേ 1989 In 1989, ഫെബ്രുവരി മാസം 16-ാം തീയതി February 16th, അസോസിയേറ്റഡ് പ്രസ് ഒരു വാർത്ത പുറത്തേക്ക് വിട്ടു. Associated Press published a news. എന്താണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്നറിയാമോ? You know what is the breaking news? ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ, In Hebrew University, this professor, ഡോക്ടർ ജോസഫ് പാട്രിക് എന്നാണ് അദ്ദേഹത്തിന്റെ his പേര്. name is Dr. Joseph Patrick. തന്റെ ഉള്ള സംഘം പോയി ഈ ഗുഹയ്ക്കകത്ത് ഗവേഷണം നടത്തി. His company went to this cave, made an investigation. ഗുഹയുടെ അകഭാഗം കുഴിച്ചു നോക്കിയപ്പോൾ They just dug within the cave. ഗുഹയ്ക്കകത്ത് അടക്കം ചെയ്തു വെച്ച
വെച്ചിരിക്കുന്ന ഒരു കളിമൺ ഫ്ലാസ്ക് അവർക്ക് കിട്ടി. Within a notice a jar that is made of clay that is buried. ഒരു വലിയ കളിമൺ ഫ്ലാസ്ക് ഗുഹയ്ക്കകത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. A huge clay jar is buried there. ഖനനം ചെയ്തവർ പുറത്തേക്ക് അതെടുത്തു. They dug it and brought out. അവർ തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. As they opened they were astonished. മനോഹരമായ അഭിഷേക തൈലം, Sublime oil of anointing. 2000 വർഷത്തെ പഴക്കമുള്ള അഭിഷേക തൈലം തിരിച്ചു കിട്ടിയിരിക്കുന്നു. As old as 2000 years ago they got back. അവർ കൊണ്ടുപോയി കാലപ്പഴക്കം നിർണയിച്ചു. They just examined the age. 2000 വർഷത്തെ പഴക്കം ആ തൈലത്തിനകത്തുണ്ട്. It is as old as 2000 years. അതോടുകൂടി യഹൂദന് സന്തോഷമായി. Now this Jesus is happy. ഇനി ഞങ്ങൾ ആലയം പണിഞ്ഞാൽ ഞങ്ങൾക്ക് തൈലം തിരിച്ചു കിട്ടിയിരിക്കുന്നു. If we build the temple, we can have this oil of anointing. ആകയാൽ യെരൂശലേമിന്റെ നഗരവാതിൽ അവന് തിരിച്ചു കിട്ടി. നഗരവാതിലിന് താക്കോൽ തിരിച്ചു കിട്ടി. They got back the key of the gate. അവന്റെ ആലയത്തിന്റെ ചുരുളവന് തിരിച്ചു കിട്ടി They കഴിഞ്ഞിരിക്കുന്നു. just closed the temple. അവന്റെ അഭിഷേക തൈലം തിരിച്ചു കിട്ടി They കഴിഞ്ഞിരിക്കുന്നു. got the oil of anointing. ഒരു ആലയത്തിന്റെ പണിക്ക് വേണ്ടി സകല കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. Every record arrangement is made for the construction of the temple. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, Our Lord Jesus Christ himself said, അധിയെ നോക്കി ഒരു ഉപമ പഠിച്ചുകൊള്ളുവീൻ. look at the fig tree, learn a parable. കൊമ്പുകളുള്ള ഇല തളിർക്കുന്നത് കാണുമ്പോൾ As the branches blossom, വേനൽ അടുത്തു വന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. summer is now, you understand the same. വീണ്ടും കർത്താവ് യേശുക്രിസ്തു പ്രകാരം തിരുവായി പടിഞ്ഞു. Lord Jesus Christ skipped again. ഇതൊക്കെയും സംഭവിച്ചു തുടങ്ങുമ്പോൾ As all this come to pass, നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ നാളുകൾ അടുത്തു വന്നറിഞ്ഞ് സന്തോഷിക്കുവീൻ. face redemption now, therefore rejoice. ഉണർന്ന് നിങ്ങളുടെ തലകളെ ഉയർത്തിക്കൊള്ളുവീൻ. Quicken and lift up your heads. പ്രിയ മക്കളെ, നമ്മുടെ അന്ത്യകാലഘട്ടത്തിലാ ജീവിക്കണം. All about people of God, we have stepped into the last days. യഹൂദന്മാരുടെ ഇടയിൽ പ്രായമുള്ള റബിമാരുണ്ട്. But there are the old rabbis. നേതൃസ്ഥാനത്തിരിക്കുന്ന റബിമാരില് There are holding leadership quality. അവർക്ക് അടുത്ത കാലത്ത് ഒരു ദൈവിക വെളിപ്പാട് കിട്ടി. Recently they had a divine revelation. ആ വെളിപ്പാട് എന്തെന്നറിയാമോ? You know what's the revelation? മശിഹ വരാൻ പോകുന്നു. Messiah is coming. ഈ വെളിപ്പാട് അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ Once they got this revelation, അവിടുത്തെ പ്രധാന റബിയായിരിക്കുന്ന ചെയിം കാനിവ്സ്കി the most important rabbi James Kanievsky, മുഴു ലോകത്തുള്ള യഹൂദന്മാരോട് പറഞ്ഞു, he told the whole universe, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരും, you make a comeback, സ്വരാജ്യത്തേക്ക് മടങ്ങി വരും, make come back to native home. മശിഹ വരുവാൻ അടുത്തിരിക്കുന്നു. Redeemer is coming nigh. അതിനുള്ള വെളിപ്പാട് അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. As they got the ഈ revelation, അടുത്ത കാലത്ത് സംഭവിച്ചത്, recently something else happened. ഫ്രാൻസിൽ നിന്ന് 7000 യഹൂദന്മാർ മടങ്ങി വന്ന് കഴിഞ്ഞിരിക്കുന്നു. From France 7,000 Jews came back. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Fellow brothers and sisters listening to me, നമ്മുടെ കർത്താവിന്റെ വരവടുത്തു പോയി. the coming of the Lord is very nigh. ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കും. All events of the world proclaim the coming of the Lord. പക്ഷെ ദൈവജനത്തിന് വലിയ പ്രത്യാശയുണ്ട്. People of God have a great hope. എന്താണ് ആ പ്രത്യാശ എന്നറിയാമോ? You know what is that hope? 2 കൊരിന്ത്യർ 4:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 2 Corinthians 4:14. കർത്താവ് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ He that raised the Lord Jesus Christ, ഞങ്ങളെ യേശുവിനോട് കൂടെ ഉയർപ്പിക്കും. that Jesus Christ, we shall be quickened. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഹല്ലേലൂയ വിളിക്കട്ടെ. അതാണ് ദൈവജനത്തിന്റെ പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നത്. That is the hope of the people of God. കർത്താവ് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ He that raised the Lord Jesus Christ, ഞങ്ങളെ അവനോട് കൂടെ ഉയർപ്പിക്കും. will be raised up into him. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ When Christ of light shall appear, നാം അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. we shall appear with him in glory. അത് ദൈവജനത്തിന്റെ പ്രത്യാശയാണ്. That's the hope of the people of God. അതുകൊണ്ടാണ് 1 പത്രോസ് 1:21 വാക്യത്തിൽ വായിക്കുന്നത്, 1 Peter chapter verse 21. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് Yet keep our faith and hope upon the Lord. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. God had raised him from the dead. ദൈവം അവന് തേജസ് കൊടുത്തിരിക്കുന്നു. God had glorified him. ആകയാൽ നമുക്കിന്ന് വിശ്വാസമുണ്ട്, Therefore let us have the hope. നമുക്കിന്ന് പ്രത്യാശയുണ്ട്. We will have this faith. നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റു. Our Jesus rose up. ആകയാൽ നാം ഉയർത്തെഴുന്നേൽക്കും. Therefore we shall rise up. കർത്താവിന്റെ വരവിൽ നാം കാണപ്പെടും. He is coming, we shall be found. അത് ദൈവജനത്തിന്റെ സന്തോഷമാണ്. That's the joy of the people of God. കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് അയക്കുമ്പോൾ When Lord Jesus Christ was sent to the world, അപ്പോസ്തലപ്രവൃത്തി 10:38 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, Acts opposite chapter 2 verse 38. നസ്രായന യേശുവിനെ Jesus of Nazareth, ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. God anointed with Holy Spirit and power. യേശുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചപ്പോൾ When Heavenly Father sent Jesus to the world, അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ലോകത്തിലേക്ക് അയച്ചു. He was anointed with the power of anointing and power. ഈ അഭിഷേകമാണ് യേശുവിനെ ഉയർപ്പിച്ചത്. This anointing raised up Jesus from the dead. ഈ ശക്തിയാണ് യേശുവിനെ ഉയർപ്പിച്ചത്. This power quickened Lord Jesus Christ. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, Therefore Saint Paul says, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് the Spirit of the one that raised up Lord Jesus Christ from the dead, നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ that dwells in you, ആത്മാവിനെ കൊണ്ട് നിങ്ങളെ ഉയർപ്പിക്കും. the same Spirit you shall be quickened. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളെടുത്ത് ഹല്ലേലൂയ പറഞ്ഞേട്ടെ.
Hallelujah. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, Therefore, people of God hearing ലോകത്തിൽ എന്തൊക്കെയോ സംഭവിക്കട്ടെ, many things are taking place in the world. നമ്മൾ വളരെ ഭാഗ്യമുള്ള ഒരു ജനമാണ്. We are the so privileged class. കാരണം നമ്മൾ അന്ധകാരത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. Because from the darkness we have come to the marvelous light. ജീവന്റെ വെളിച്ചമുള്ളവരായി നമ്മൾ മാറ്റപ്പെട്ടു. We have been made the light of life. ജീവന്റെ ആത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിൽ പകർന്നു Lord തന്നിരിക്കുന്നു. shed abroad the light of life in our life. വെളിച്ചത്തുള്ള വിശുദ്ധന്മാരുടെ അവകാശം The തന്നിരിക്കുന്നു. Lord has given the inheritance to the saints of life. ഉയർപ്പിച്ച് നമ്മെ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. Grace is set in the heavenly places now. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ വസിക്കുന്നുണ്ട്. The surround is dwelling in us that He has shed abroad. അഭിഷേകത്തിന്റെ ശക്തിയെ നമ്മൾ സൂക്ഷിക്കണം. We have to preserve the power of anointing. സൂക്ഷിച്ചാൽ മാത്രം പോരാ. It's not to preserve it. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ We come back to the key words. 3 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്. Moses chapter 6 verse 3. അവൻ മഴ പോലെ Like rain, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ കടന്നു വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. like the latter rain, He is going to rain upon the earth. ആകയാൽ പിന്മഴ ഇവിടെ പെയ്തിറങ്ങേണ്ടതായിട്ടുണ്ട്. That rain is to rain here. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, All of the people of God listening to me. ഇതൊരു അവസാന കാലഘട്ടമാണ്. These are the last days. അത് നമ്മൾ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. We must ask for rain. നമ്മൾ പിന്മഴയ്ക്ക് വേണ്ടി We അപേക്ഷിക്കണം. must plead for latter rain. ഇത് രാത്രി ഈ സുവിശേഷം എത്തി മടങ്ങിപ്പോകും മുമ്പ് Before you go back after this meeting, നമ്മൾ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കണം. we must pray unto God. കർത്താവേ, ഒരു മഴ അയക്കണമേ. Oh Lord, send the rain. എന്തിനാണ് മഴ അയക്കേണ്ടത്? What for this rain? മഴ അയച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? If this rain is not sent, what shall take place? പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു. The prophet says, വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകും. seed shall be among the crust and shall be destroyed. ഇന്ന് നിങ്ങളോട് അറിയിച്ച വചനം കെട്ടുപോകാതിരിക്കുവാൻ The word of God should not be quenched. ജീവിതത്തിന്റെ ഭാരങ്ങളുണ്ട്, With the burdens of life, സാത്താന്റെ ശക്തികളുണ്ട്, Satanic powers are there, ലോകത്തിന്റെ പ്രലോഭനങ്ങളുണ്ട്. illusions of the world is there. ഈ കട്ടകളുടെ ഇടയിടയിൽ ഈ വിത്ത് വെട്ടുപോകരുത്. Among the crust, this must not be quenched. ഇന്ന് കേട്ട വചനം നശിച്ചു പോകുവാൻ ഇടയാവരുത്. The word that is free should not destroy. ആകെ ഒരു മഴ ഇന്ന് രാത്രി പെയ്തിറങ്ങണം. Tonight there should be the latter rain. ആ കട്ടകൾ ഉടഞ്ഞു മാറുവാൻ ഇടയായി തീരണം. The crust must be leveled. ആ വചനത്തിന്റെ വിത്ത് കുതിരുവാൻ ഇടയായി തീരണം. Cinnamon should be drenched. സെക്കൻഡ്രിയ 10:1 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Zechariah chapter 10, the first verse. പിന്മഴയുടെ കാലത്ത് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവീൻ. Ask unto the Lord during the days of latter rain. പ്രിയ ദൈവമക്കളെ, ഇതാണ് പിന്മഴയുടെ കാലഘട്ടം. All of the people of God, these are the days of latter rain. നിങ്ങൾ നിലവിളിക്കുമെന്നുണ്ടെങ്കിൽ If you cry unto the Lord, അവൻ പിന്മഴയായി നമ്മുടെ മധ്യ പെയ്തിറങ്ങുവാൻ ഇടയായി തീരും. He says, send latter rain upon us. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Tonight pray unto the Lord. കർത്താവേ, ശക്തിയോട് ശക്തിയാറിൽ പിന്മഴ അയക്കണമേ. Oh Lord, send the latter rain powerfully. ഓ, നിന്റെ അവകാശത്തെ തണുപ്പിക്കണമേ കർത്താവേ. Oh Lord, comfort the inheritance. കട്ടകളെ ഉടയ്ക്കണമേ കർത്താവേ. Oh Lord, level the crust. തിരുവഴുത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നു. Word of God says, പിന്മഴയുടെ കാലത്ത് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവീൻ. pray unto the Lord during the latter days. അവൻ നിങ്ങൾക്ക് മിന്നൽ പിണറുകളെ അയച്ചു തരും. He shall open bright clouds. നിങ്ങൾ നിലവിളിച്ചാൽ ഇന്ന് രാത്രി മിന്നൽ പിണറായിരിക്കും. If we cry, He shall send bright clouds. ശക്തിയാറിൽ മിന്നൽ അവൻ നമ്മുടെ മധ്യ അയക്കാൻ He's പോകുകയാണ്. going to send a powerful lightning. ആ മിന്നൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? What's going to take place? The bright clouds. സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുവാൻ ഇടയായി തീരും. Devil is going to cut down like the lightning. പിന്മാറി നമ്മുടെ മധ്യ പെയ്തിറങ്ങുവാൻ ഇടയായി തീരും. May the latter rain fall upon us. കട്ടകൾ ഉടയുവാൻ ഇടയായി തീരും. They shall be leveled. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ, Shall we close our eyes? മുഴങ്കാലുകളെ മടക്കിയാട്ടെ. Let us kneel down. ഇന്ന് രാത്രി എത്ര നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കുന്നു. Tonight, how many have this hope? ലോകത്തിന്റെ ഗതികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നവരായി Just തീരുവീൻ. think about the course of the world. ജീവിതയാത്ര എവിടേക്ക്? Where do you make your way? ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ, The Lord appears tonight. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, Beloved father, beloved പ്രിയ mother, സഹോദര, പ്രിയ സഹോദരി, beloved brother, beloved sister, പ്രിയ ദേശനിവാസിയെ, beloved inhabitant of this part of the നിന്റെ earth. ആത്മാവിന്റെ നിത്യത നീ എവിടെ കഴിക്കോ? I shall send the eternity of the സ്വർഗത്തിലോ soul. അതോ അഗ്നിനരകത്തിലോ? Whether you come around in eternal hellfire, നീ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുമോ? will you be taken by the coming of the Lord? അതോ കൈവിടപ്പെട്ടു പോകുമോ? Or will you be left behind? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളെ, Those who receive the Holy Spirit, നമ്മുടെ പ്രത്യാശ നമുക്ക് വർദ്ധിപ്പിക്കുന്നവരായി തീരാം. let us multiply our hope. നിങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയെ പുതുക്കുന്നവരായി തീരുവീൻ. You must renew the power of anointing. ഇത് പിന്മഴയുടെ കാലഘട്ടമാണ്. These are the days of latter rain. ആ മഴ നിങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. That rain should come upon you. ഒരു നിമിഷം എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിനെ കൊടുത്താട്ടെ. For a second, give you for the Holy ഈ യോഗം Spirit. കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ As you return after the meeting, നിങ്ങൾ നിരാശപ്പെട്ടവരായി മടങ്ങിപ്പോകരുത്. you must not go back being frustrated. നിങ്ങൾ വെറുകയോടെ മടങ്ങിപ്പോകരുത്. Do not go back empty-handed. പ്രത്യാശയില്ലാത്തവരായി മടങ്ങിപ്പോകരുത്. Do not go back without hope. ഒരു നാൾ കാഹളം ധ്വനിക്കോ?
Some days the temple shall hear. പരിസമൃദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. They shall be transformed. ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടും. Those men shall be transfigured. അത് നീ ആഗ്രഹിക്കുന്നെങ്കിൽ Because the desire for the saints, ആ പരിശുദ്ധാത്മാവിനിൽ വ്യാപരിക്കട്ടെ. the Holy Spirit should walk in you. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. Jesus Nazareth was anointed by power of anointing. അവനെ ശക്തിയാൽ അഭിഷേകം ചെയ്തു. Yes, anointed with the power. ആ ശക്തി അവനെ ഉയർപ്പിച്ചുവെങ്കിൽ That power quickened him ipso. ആ ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. The same power resurrection is working എത്ര here. മക്കൾ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കണം? How many want to be taken by the coming of the Lord? കർത്താവിന്റെ വരവിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, How many have the desire to be taken by the ഓ coming of the നമുക്ക് Lord? മുഴങ്കാലുകളിൽ ഇരിക്കാം. Let us be on the knees. എല്ലാവരും മുഴങ്കാലുകളിൽ ഇരുന്നാട്ടെ. Let us sit upon the knees. കണ്ണുകൾ അടച്ചാട്ടെ. Let us close our eyes. നിങ്ങളുടെ വായുകളെ തുറന്നാട്ടെ. Open your mouth. സ്വർഗത്തേക്ക് നോക്കി നിലവിളിച്ചാട്ടെ. Look into heaven and cry. കർത്താവ് എന്നെയും കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. Oh Lord, take me too. ആ ദിവസം നിങ്ങൾക്കൊരു കെണിയായി തീരരുത്. But they should not become a snare unto you. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ കുറവുകൾ കണ്ടേക്കാം. Perhaps there may be shortcomings in your life. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ കുറ്റങ്ങൾ കണ്ടേക്കാം. Perhaps there may be mistakes in your life. നീ ചിന്തിക്കുന്നു എങ്ങനെ ഞാൻ കർത്താവിന്റെ വരവിൽ പോകും? You may think, how will I be taken up by the coming of the Lord? അയ്യോ ഞാനൊരു പാപിയാണല്ലോ. No, I'm a sinner. ഇല്ല, കർത്താവ് നിന്നെ നോക്കി പറയുന്നു, The Lord says unto you, അവന്റെ പ്രത്യക്ഷതയിൽ നിന്നിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടും. the disappearing His grace shall come upon you. അത് നിന്റെ കഴിവ് കൊണ്ടല്ല, Not by your ability. ദൈവത്തിന്റെ കൃപയാൽ നീ എടുക്കപ്പെടും. By the grace of God, He shall be taken up. ആ കൃപ നിന്നിലേക്ക് ഇറങ്ങി വരും. That grace shall come upon you. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം? Today, how many have the desire for the grace? ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് നിലവിളിച്ചാട്ടെ. Desire yourselves cry unto God. വായു തുറന്ന് ദൈവത്തോട് നിലവിളിക്കുമേ. Open your mouth and pray. കർത്താവ് ഇന്ന് രാത്രി ആ കൃപ എന്റെ മേൽ അയക്കണമേ. Oh Lord, send the grace upon me tonight. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയക്കണമേ. Today, send the Holy Spirit upon me. ഇന്ന് രാത്രി ആ പിന്മഴ എന്റെ മേൽ പെയ്തിറങ്ങണമേ. Today, send the latter rain upon me. ആ ഇരുട്ടിന്റെ ശക്തി എന്നെ വിട്ടു പോകണമേ. May the power of darkness flee off. ആ വെളിച്ചം എന്നെ പ്രകാശിക്കണമേ. May the light enlighten me. ഞാൻ രൂപാന്തരപ്പെടുവാൻ ഇടയായി തീരണമേ. I must be transformed. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവേ. Commit and pray. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിൽ ചെല്ലട്ടെ. May the voice of cry reach heaven. സ്വർഗം നിങ്ങൾക്ക് തുറക്കട്ടെ. May heaven be open for you. യേശു വരുവാൻ അടുത്തിരിക്കുന്നു. Jesus is coming nigh. അവന്റെ കാഹളം മുഴങ്ങാറായി. Yes, the trumpet is going to be shouted. യേശു രാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവേൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവേൻ. എഴുന്ന ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. അവൻ മറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. വാനിൽ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. ദൈവസഭയുണരട്ടെ, അനുഭവങ്ങൾ കാണട്ടെ. സമയലേശം കളയാതെ അരുമനാഥിനെ സാക്ഷിപ്പീൻ. ദൈവസഭയുണരട്ടെ, അനുഭവങ്ങൾ കാണട്ടെ. സമയലേശം കളയാതെ അരുമനാഥിനെ സാക്ഷിപ്പീൻ. പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. വാനിൽ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. ഓ എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. അവൻ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. വാനിൽ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. ഓ എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. അവൻ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. വാനിൽ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. അവൻ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. വാനിൽ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. ഓ എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. വാനിൽ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. ഓ എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. വാനിൽ പറന്നു പോകൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. പറന്നു പോകൻ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പിന്മഴയുടെ ശക്തി പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ഇരുട്ടിന്റെ ശക്തികളും വിട്ടുപോകട്ടെ. പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നിറയപ്പെടട്ടെ.
எழுந்து சோபிப்பீ ദീപം തെളിയിപ്പീ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ വാരി പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ ഓ എഴുന്നു സോപിപ്പീ ദീപം തെളിയിപ്പീ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ വാരി പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ ഓ എഴുന്നു സോപിപ്പീ അഭിഷേകത്തിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് ഓ എഴുന്നു ശോഭിപ്പേ ദൈവം തെളിയിപ്പേ ദൈവശക്തി ഇറങ്ങട്ടെ ദൈവശക്തി വ്യാപരിക്കട്ടെ Praise the Lord Jesus. Hallelujah. ഒരു നിമിഷം നമുക്ക് ദൈവജനത്തിന്റെ മുൻപിൽ നമുക്ക് ഞങ്ങൾ തലകളെ വണക്കാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അന്ധകാരത്തിന്റെ കൂരിട്ടിലായിരുന്ന നമ്മെ ദൈവം വിളിച്ച് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നല്ലോ. എന്തിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് നമ്മെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്? നാം ലോകത്തിൽ വെളിച്ചമായി ജീവിപ്പാൻ വേണ്ടിയാണ്. എവിടെയും ഏത് സ്ഥലത്തും ദൈവമക്കളെ നമ്മെ മറ്റുള്ളവർ നോക്കുമ്പോൾ വീക്ഷിക്കുമ്പോൾ തേജസ്സുള്ള ദൈവമക്കളാണെന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ആമേൻ. ഉദയ നക്ഷത്രം വെളിപ്പെടുവാൻ സമയമായി. ആ ദൈവമക്കളെ, ആ കർത്താവ് നിന്റെ ഉള്ളത്തിൽ ഉരുവാകുന്നുവെങ്കിൽ, നിന്റെ ഉള്ളത്തിൽ ദൈവമക്കളെ ജ്വലിച്ച് പ്രകാശിക്കുന്നുവെങ്കിൽ ലോകത്തിൽ നാം ഒരു നിശ്ചയമായും വെളിച്ചമായിട്ട് മാറും. ഹല്ലേലൂയ. യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പരാജയം ഇല്ല. ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഏതെല്ലാം പരാജയങ്ങള് ഇരുട്ടിന്റെ ശക്തികളുണ്ടോ ഓരോന്നായി നമുക്ക് ദൈവത്തോട് നമുക്ക് ഏറ്റു പറയാം. ദൈവമേ, ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളിവാന്തക്കൊണം വെളിച്ചത്തിന്റെ ആയുധവർക്കത്തെ നമുക്ക് ധരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമായിട്ട് മാറുമല്ലോ. കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ജീവന്റെ വെളിച്ചമായിട്ട് മാറുവാൻ കഴിയും. അവന്റെ വാക്കുകൾ കേട്ട് അതുപോലെ പാലിക്കുന്നവർക്ക്, ജീവിക്കുന്നവർക്ക് ലോകത്തിൽ വെളിച്ചമായി മാറുവാൻ കഴിയും. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. നമ്മുടെ പ്രിയൻ വരാൻ സമയം അടുത്തിരിക്കുന്നു. ഒരു അന്ത്യകാലത്തിലേക്ക് നാം വന്നിരിക്കുന്നു. ദൈവമക്കളെ, ഒരു നിമിഷത്തോടെ മുഴുവൻ കാൽമടക്കി കണ്ണിലടയ്ക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ പാട്ടുണ്ട്, ഉദയ നക്ഷത്രം വാനിൽ വെളിപ്പ് പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടാറായി. ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി. പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടാറായി. തിരുസഭയെ രാജാധിരാജനെ എതിരേൽക്കുവാൻ. തിരുസഭയെ രാജാധിരാജനെ എതിരേൽക്കുവാൻ. ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി. പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടാറായി. ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി. പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടാറായി. തിരുസഭയെ രാജാധിരാജനെ എതിരേൽക്കുവാൻ. തിരുസഭയെ രാജാധിരാജനെ എതിരേൽക്കുവാൻ. ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി. പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടാറായി. ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി. പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടാറായി. ഉദയ
നക്ഷത്രവാനിലൊതിച്ചിടറായി പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറായി ഉദയം 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 പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറോ റമസുരമക്ക് തമറദുരമക്ക് തമറദുരമല Thank you, Lord. Hallelujah. Hallelujah. Amen. Hallelujah. നമുക്ക് എല്ലാവർക്കും അല്പസമയം എഴുതിട്ട് നിൽക്കാം. നമ്മെ പൂർണ്ണമായും ദൈവഹിതത്തിനായി നമുക്ക് സമർപ്പിക്കാം. ദൈവമക്കളെ, സമർപ്പിക്കുന്നവർക്ക് നിശ്ചയമായും അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. യാഗുടത്തിന്മേൽ യാഗവസ്തു അർപ്പിക്കുമ്പോഴാണ് തേജസ് ഇറങ്ങുന്നത്. ദൈവമക്കളെ, ജീവിതത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ഉദയ നക്ഷത്രമായ കർത്താവ് നിന്റെ ഉള്ളിൽ ഉദിക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ ഉദയ നക്ഷത്രം നിന്റെ വാനിൽ ദൈവമക്കളെ നിന്റെ ഉള്ളത്തിൽ ഉദിക്കുമ്പോൾ നിന്റെ മുഖം പ്രകാശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രകാശമായിട്ട് മാറട്ടെ, ശക്തിയായിട്ട് മാറട്ടെ. ആ കോറസ് നമുക്ക് പാടി എല്ലാവരും അല്പസമയം 2 നിമിഷം ആത്മാവിൽ നമുക്ക് ബലം പ്രാപിക്കാം. ഉദയ നക്ഷത്രം വാനിലുദിച്ചിടറായി പ്രഭാതമിങ്ങടുത്തിടറായി ഉദയ നക്ഷത്രം വാനിലുദിച്ചിടറായി പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറായി തിരുസഭയെ വേഗമുണർന്നിടുക രാജാധിരാജനെ എതിരേൽക്കുവാൻ തിരുസഭയെ വേഗമുണർന്നിടുക രാജാധിരാജനെ എതിരേൽക്കുവാൻ ഉദയ നക്ഷത്രവാനിലുദിച്ചിടറായി പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറായി ഉദയ നക്ഷത്രവാനിലുദിച്ചിടറായി പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറായി തിരുസഭയെ വേഗമുണർന്നിടുക രാജാധിരാജനെ എതിരേൽക്കുവാൻ തിരുസഭയെ വേഗമുണർന്നിടുക രാജാധിരാജനെ എതിരേൽക്കുവാൻ ഉദയ നക്ഷത്രവാനിലുദിച്ചിടറായി ഉദയ നക്ഷത്രവാനിലുദിച്ചിടറായി പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറായി ഉദയ നക്ഷത്രവാനിലുദിച്ചിടറായി പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറായി ഉദയ നക്ഷത്രവാനിലുദിച്ചിടറായി പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറായി ഉദയ നക്ഷത്രവാനിലുദിച്ചിടറായി പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറായി ഉദയ നക്ഷത്രവാനിലുദിച്ചിടറായി പ്രഭയേറും പ്രഭാതമിങ്ങടുത്തിടറായി. മക്കളെ, ഒരു പ്രഭാതം ഉദിക്കുവാൻ പോകുകയാണ്. ഇന്നലെ കാണാത്തൊരു ദിവസമാണ് ഇന്ന് നമ്മൾ കണ്ടത്. എന്നാൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു പുതിയ ദിവസം, ഒരു പ്രഭാതം ദൈവമക്കളെ വെളിപ്പെടാൻ പോകുന്നു. അന്ന് നമ്മുടെ യേശു വരും. ഹല്ലേലൂയ. നമ്മുടെ യേശു അന്ന് വരും. പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർ യേശുവിനെ കാണും. തേജസ്സോടെ കാത്തിരിക്കുന്നവർ യേശുവിനെ കാണും. കർത്താവിന്റെ കഷ്ട സഹിക്കുന്നവർ യേശുവിനെ കാണും. ദൈവേഷ്ട ചെയ്തവർ യേശുവിനെ കാണും. അന്ധകാര ശക്തി വിട്ടുമാറിയവർ യേശുവിനെ കാണും. വെളിച്ചത്തിന്റെ മക്കൾ യേശുവിനെ കാണും. ആ പ്രത്യാശയോടെ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. Thank you, Lord. Thank you, Lord. Hallelujah. Hallelujah. Thank you, Lord. Chinabop chikap, rimop shunabop. Hallelujah. 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 യേശുനാഥൻ വരുന്നിതാ. നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുനാഥൻ വരുന്നിതാ. നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. പറന്നു പോകാൻ കാലം ഏറ്റവും അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോകാൻ കാലം ഏറ്റവും
കയ്യിലും പ്രതിഫലവുമായിതോ ഇടയ ശേഷം വെളിപ്പെടാം കാലമടുത്തു വരുന്നിതോ കൂലി തന്റെ കയ്യിലും പ്രതിഫലവുമായിതോ എഴുതി ശോഭിപ്പീൻ ദീപം തെളിയിപ്പീൻ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ ഓടി പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ യേശുരാജൻ വരുന്നിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ യേശുരാജൻ വരുന്നിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ യേശുരാജൻ വരുന്നിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ യേശുരാജൻ വരുന്നിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ യേശുരാജൻ വരുന്നിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ യേശുരാജൻ വരുന്നിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ യേശുരാജൻ വരുന്നിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ യേശുരാജൻ വരുന്നിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ യേശുരാജൻ